ഓക്കെ. സോ കഴിഞ്ഞ ദിവസം നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോൺ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളെ കുറിച്ചാണ്. ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതിന് ശേഷം ഒരു സൺഡേ ഇൻ ബിറ്റ്വീൻ ലീവ് വന്നു. അതിന് മുന്നേ സാറ്റർഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത് നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ കോർപ്പറേറ്റ് ടാക്സിന്റെ വർക്കിംഗ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ട എക്സ്പെൻസുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇനി ഞാൻ അന്ന് ക്ലാസ് എൻഡ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ടോപ്പിക് റിലേറ്റഡ് കാര്യം തന്നെയാണ്. ഇനി അതിൽ നമുക്ക് രണ്ട് സൈഡ് ഡിസ്കസ് ചെയ്യാണ്ട്, ഒന്ന് നമ്മുടെ എക്സംപ്റ്റ് ഇൻകങ്ങൾ ഏതൊക്കെയാണ്, ഇൻകം ആയിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടില്ലാത്ത ഇൻകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഒന്ന് പറയാനുള്ളത്. എക്സംപ്റ്റ് ഇൻകം ആണ് നമുക്ക് ഒരു സൈഡ് പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് അഡീഷണലി നമുക്ക് ഏതെങ്കിലും എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ, നമ്മൾ നോർമലി ഡിഡക്റ്റ് ചെയ്തതിന് പുറമെ ഏതെങ്കിലും എക്സ്പെൻസ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ള സൈഡും കൂടിയാണ് നമുക്ക് പറയാനുള്ള സൈഡ്. അപ്പൊ അതും കൂടി പറയുന്നതോടുകൂടി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് കോർപ്പറേറ്റ് ടാക്സിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്കാം എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ബാലൻസ് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം മറ്റന്നാളോടുകൂടി ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആവും. പിന്നെ കോർപ്പറേറ്റ് ടാക്സിന്റെ വർക്കിംഗ്സും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 ക്ലാസ്സിന് ശേഷം നമ്മൾ ഗോസി റിലേറ്റഡ് കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് കാര്യങ്ങളിലേക്കും ഒക്കെ എത്തും. അപ്പൊ അതുപോലെ വിത്ത് ഹോൾഡിംഗ് ടാക്സ്, ട്രാൻസ്ഫർ പ്രൈസിങ്, ആ സൈഡിലേക്കൊക്കെ നമ്മൾ കുറച്ച് ദിവസത്തെ ക്ലാസ്സോടുകൂടി എത്തും. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു സൈഡാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഈ P&L ഡിസ്കഷൻ നടത്തുന്നതിന് മുന്നേ P&L നമ്മൾ ഡിപ്രീസിയേഷന്റെ സൈഡ് ഒന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി സൈഡിലേക്ക് പോകാം. ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി സൈഡിലേക്ക് പോകാം. സെക്കൻഡ്. പിന്നെ ഓക്കെ, പിന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നം. പിന്നെ ഓക്കെ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു P&L-നകത്തുള്ള നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസുകളായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആൻഡ് എക്സംപ്റ്റഡ് ഇൻകം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതിൽ ഡിഡക്റ്റബിൾ എക്സ്പെൻസിന്റെ കാറ്റഗറിയിൽ പെട്ട ഒരാളാണ് ഡിപ്രീസിയേഷൻ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും. ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. നമ്മളെ P&L-നകത്ത് നമുക്ക് 1 സെക്കൻഡ്, നോട്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. 1 സെക്കൻഡ്. ശരിയാക്കാം. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അസറ്റിന്റെ പേരിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്, നമ്മൾ ക്യാപിറ്റൽ നാച്ചുറലുള്ള എക്സ്പെൻസുകൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റൽ നാച്ചുറലുള്ള എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിൽ സ്പെസിഫിക്കലി ഡിപ്രീസിയേഷന്റെ സൈഡ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു P&L ഉണ്ടാക്കി. ഓക്കെ. നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കി. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെച്ചിട്ടാണല്ലോ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുള്ള നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ഡിപ്രീസിയേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. എല്ലാ കമ്പനി എന്ത് ചെയ്യും, അവരുടെ ഫിക്സ്ഡ് അസറ്റുമ്പോൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യും. ഡിപ്രീസിയേഷൻ എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ചെറിയ സൈഡ് പറഞ്ഞതാണ്, ലാർജ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിലും ചെറുതായിട്ട് പറഞ്ഞാണ് എന്ത്, ഓരോ അസറ്റും ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു എമൗണ്ട് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തും. അത് അസറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഒഴിവാക്കുന്ന ഒരു എക്സ്പെൻസ് പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്പെൻസ് കാണുകയാണ്. നമുക്ക് വലിയ ഡിസ്കഷൻ അക്കൗണ്ടിങ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇപ്പൊ എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. ഒരു ഫിക്സഡ് അസറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയിട്ട് ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി P&L ഉണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഡിപ്രീസിയേഷൻ പല കമ്പനിയും പല മെത്തേഡിലൂടെ എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പല മെത്തേഡുകളുണ്ട്. SLM മെത്തേഡ്, WDV മെത്തേഡ്, ഇങ്ങനെ പല മെത്തേഡ് ഉണ്ട്. നമുക്ക് ഒരു ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിക്ക് നമ്മുടെ ഇഷ്ടമുള്ള മെത്തേഡിലൂടെ ഡിപ്രീസിയേഷൻ ഫോളോ ചെയ്യും. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സ്ട്രിക്റ്റ് റൂളൊന്നുമില്ല ഈ ഡിപ്രീസിയേഷനെ നിങ്ങൾ ഫോളോ ചെയ്യണം. പക്ഷെ കോർപ്പറേറ്റ് ടാക്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ച് റൂളുകൾ ഉണ്ട്. നമ്മുടെ കമ്പനി ഏത് ഡിപ്രീസിയേഷൻ മെത്തേഡ് ഫോളോ ചെയ്തോട്ടെ. ഇപ്പൊ നമ്മൾ നമ്മുടെ കമ്പനീന്റെ ഇന്റേണലി പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു. അതിൽ നമ്മളൊരു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഡിപ്രീസിയേഷൻ കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ ആവല് നിർബന്ധമാണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഡിപ്രീസിയേഷൻ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു കമ്പനീന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഡിപ്രീസിയേഷൻ എമൗണ്ട്
ഒരു 100 റിയാൽ ഞാൻ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. ഈ 100 റിയാൽ ഡിപ്രീസിയേഷൻ കഴിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവുക, നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുക, ആ കമ്പനീന് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുക. ഈ നെറ്റ് പ്രോഫിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്രീസിയേഷൻ കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത ഡിപ്രീസിയേഷൻ ആണ്. നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു, പല കമ്പനികളും അവരുടെ ഇഷ്ടത്തിനുള്ള റൂൾ പ്രകാരമായിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അവരുടെ ഇന്ത്യയിലുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അവർ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു അസറ്റിന് 50% ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചില അസറ്റിനെ അവർ 70% ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചില അസറ്റ് 10% ചെയ്തിട്ടുണ്ടാവുള്ളൂ. ചില അസറ്റ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കും, ഇപ്പൊ 100 ദിർഹം വെച്ചിട്ടായിരിക്കും ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഓരോ കമ്പനി അവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ എല്ലാ അസറ്റിനും നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ടാക്സ് റൂൾ പ്രകാരം ശരിയല്ല. കോർപ്പറേറ്റ് ടാക്സിന് കൃത്യമായ റൂൾ ഉണ്ട്. എന്ത്, ഇന്ന അസറ്റ് ഇത്ര ശതമാനമേ ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഇന്ന അസറ്റ് ഈ വർഷം ഇത്ര ശതമാനമേ ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കൃത്യമായ റൂൾ ഉണ്ട്. ഇപ്പോൾ ഫിക്സഡ് അസറ്റിൽ വരുന്നതാണ് കാറ് അല്ലെങ്കിൽ ബിൽഡിംഗ്, ഇതൊക്കെ എത്ര പെർസെന്റേജ് വേണം ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ എന്നുള്ളത് കോർപ്പറേറ്റ് ടാക്സിന് ഒരു കൃത്യമായ റൂൾ ഉണ്ട്. അപ്പൊ ആ റൂൾ പ്രകാരമാണ് ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്രീസിയേഷൻ ഏതും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എടുത്തതായിക്കോട്ടെ, കോർപ്പറേറ്റ് ടാക്സിന്റെ വർക്കിംഗ്സ് ചെയ്യുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെറ്റ് പ്രോഫിറ്റിലേക്ക് നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസുകളൊക്കെ കൂട്ടണം, എന്തെങ്കിലും കുറക്കാനുണ്ടെങ്കിൽ കുറക്കണം. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് കൊടുക്കുക, അല്ലെ? അപ്പൊ അതിൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ കമ്പനീന്റെ ഡിപ്രീസിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഡയറക്റ്റ് നെറ്റ് പ്രോഫിറ്റിലേക്കാണ് നിങ്ങൾ കൂട്ടി വെക്കുക. എന്തിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ആദ്യം തന്നെ കൂട്ടി വെക്കുന്നത്? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് ആണ്. കോർപ്പറേറ്റ് ടാക്സ് പ്രകാരം ഡിപ്രീസിയേഷൻ നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ഒന്നുമല്ല, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പെൻസ് ഒന്നുമല്ല. ഡിപ്രീസിയേഷൻ എടുക്കാം, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കമ്പനി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ കോർപ്പറേറ്റ് ടാക്സ് റൂൾ പ്രകാരമാണ്, നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റിലേക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമ്പനി എന്ത് ഡിപ്രീസിയേഷൻ ആണോ കൊടുത്തിട്ടുള്ളത് ആ ഡിപ്രീസിയേഷൻ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. കോർപ്പറേറ്റ് ടാക്സ് റൂൾ പ്രകാരം ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. അത് ഏതായിരിക്കണം, കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ഡിപ്രീസിയേഷൻ ഉണ്ട്. ആ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി മൈനസ് ചെയ്യുക. അതായത് ശരിക്കും ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുക, കുറക്കുക. അപ്പോൾ നമ്മുടെ ഡിപ്രീസിയേഷൻ ആദ്യം കൂട്ടുക, എന്നിട്ട് കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ ഏതാണോ അതെന്ത് ചെയ്യുക, കുറക്കുക. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം തോന്നുന്നത്, എന്താണ് ഈ കോർപ്പറേറ്റ് ടാക്സിന്റെ ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് പറയുന്ന ഡിപ്രീസിയേഷൻ എന്താണെന്നുള്ളത്? അത് നമുക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ബാക്കി ഇതിൽ എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു വരാം. അപ്പൊ ആദ്യം നമുക്ക് കോർപ്പറേറ്റ് ടാക്സിന്റെ ഡിപ്രീസിയേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഡിപ്രീസിയേഷൻ ഞാൻ പറഞ്ഞു, ഡിപ്രീസിയേഷൻ എന്താണെന്ന് ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും. ഡിപ്രീസിയേഷൻ ചെയ്യാത്ത ഒരേ ഒരു അസറ്റേ ഉള്ളൂ, അതായത് ലാൻഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ലാൻഡ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ അസറ്റുകളും, ഒരു കമ്പനീന്റെ എല്ലാ അസറ്റുകളും എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ എടുക്കും. ആ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് ആണ്. കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരം ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ട് ചെയ്യാം. ആ അസറ്റ് ടാൻജിബിൾ ആയിക്കോട്ടെ, ഇൻടാൻജിബിൾ അസറ്റ് ആയിക്കോട്ടെ. ടാൻജിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന അസറ്റുകൾ ഏതൊക്കെയാ, കമ്പ്യൂട്ടർ, ലാൻഡ്, ബിൽഡിംഗ്, ഇതൊക്കെ ടാൻജിബിൾ ആണ്. ഇൻടാൻജിബിൾ എന്ന് പറഞ്ഞാലോ നമുക്ക് തൊടാൻ പറ്റാത്ത അസറ്റുകൾ, സോഫ്റ്റ്വെയർ, ബ്രാൻഡ് വാല്യൂ, ഗുഡ് വില്ല്, ഇതൊക്കെ നമുക്ക് തൊടാൻ പറ്റാത്ത അസറ്റുകളാണ്. അപ്പൊ ഈ അസറ്റുകളൊക്കെ ഡിപ്രീഷിയേറ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ എടുക്കാം. ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് എക്സ്പെൻസ് എന്ത് ചെയ്യാം, കോർപ്പറേറ്റ് ടാക്സിന്റെ റൂളിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ അതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ എടുക്കുന്നതിന് എന്തുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ എന്താ കണ്ടീഷൻ? ഡിപ്രീസിയേഷൻ ഓരോ അസറ്റിനും ഒരു പെർട്ടിക്കുലർ പെർസെന്റേജ് കോർപ്പറേറ്റ് ടാക്സ് റൂൾ പ്രകാരം നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഈ റൂളിൽ പറയുന്ന പെർസെന്റേജിന്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഓരോന്നിന് പെർസെന്റേജ് എന്തൊക്കെയാന്നുള്ളത് പറയാം, എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പറയാം. ആദ്യത്തത്, നമുക്ക് ഒരു സ്റ്റേഷനറി ബിൽഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് റൂൾ പ്രകാരം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിപ്രീസിയേഷൻ റേറ്റ് 5%. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ഓക്കെ. ആ ബിൽഡിംഗ് 100 അതിന്റെ അസറ്റിന്റെ വാല്യൂ, 100 ഈ പറയുന്ന കോർപ്പറേറ്റ് ടാക്സ് 100 എന്ത്, സ്റ്റേഷനറി ബിൽഡിങ്ങിന്റെ നമ്മുടെ വാല്യൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കാണിക്കുമ്പോൾ, കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരം 100 ഈ ബിൽഡിങ്ങിന് എത്ര ശതമാനമേ ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, 5% മാത്രമേ ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ 100ന്റെ 5% എന്ന് പറഞ്ഞാൽ എത്ര ഡിപ്രീസിയേഷൻ എമൗണ്ട് വരിക, 5 അല്ലെ? ബാക്കി 100ൽ നിന്ന് 5 കഴിഞ്ഞിട്ട് ബാലൻസ് ആസറ്റ് എത്ര ഉണ്ടാവുള്ളൂ അടുത്ത വർഷത്തേക്ക്, 95 ഉണ്ടാവുള്ളൂ. അതായത് 5 നമ്മൾ എന്ത് ചെയ്തു, എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. അതായത് കോർപ്പറേറ്റ് ടാക്സ് റൂൾ പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റേഷനറി ബിൽഡിംഗ് ആണോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾക്ക് ഡിപ്രീസിയേഷൻ 5% അലോ ചെയ്യുള്ളൂ. ഓക്കെ. ഇനി
സ്റ്റേഷനറി ബിൽഡിംഗ് അല്ല, മൂവബിൾ ആയിട്ടുള്ള ബിൽഡിങ്സ് അല്ലെങ്കിൽ മൂവബിൾ ഇൻഡസ്ട്രിയൽ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂവബിൾ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ ബിൽഡിങ്സ് ആണ്, സ്റ്റേഷനറി ബിൽഡിംഗ് അല്ലാത്ത മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബിൽഡിങ്ങുകൾ, അങ്ങനത്തെ അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് 10% വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. അതല്ലാത്ത കുറെ എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഫാക്ടറീസ്, മെഷീന്, എൻജിൻസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, എക്യുപ്മെന്റ്, പാസഞ്ചർ അല്ലെങ്കിൽ കാർഗോ വെഹിക്കിൾസ്. പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഗോ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ വലിയ നമ്മൾ സാധനം കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ, അതിനൊക്കെ ഡിപ്രീസിയേഷൻ 25% എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. 25% ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഇതാണ് ഒരു നോർമൽ കമ്പനിയിൽ വരുന്ന ഡിപ്രീസിയേഷൻ റേറ്റുകൾ. ബിൽഡിങ്ങിന് 5%, അതല്ലാത്ത മൂവബിൾ ആയിട്ടുള്ള അത്തരത്തിലുള്ള അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൂവബിൾ ബിൽഡിങ്ങുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 10% യൂസ് ചെയ്യാം. അതല്ലാത്ത ബാക്കിയുള്ളതൊക്കെ ഫാക്ടറീസ്, മെഷീൻ, എഞ്ചിൻ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇൻക്ലൂഡിങ് ഇൻടാഞ്ചിബിൾ അസറ്റ് വരെ, എക്യുപ്മെന്റ്സ്, അതുപോലെ കാറ്, വെഹിക്കിൾ, ഇതിനൊക്കെ 25% ആണ് എന്ത്, കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരം ഡിപ്രീസിയേഷൻ. ഇനി അതല്ലാത്ത കുറച്ച് എക്സ്പെൻസുകൾ നമുക്കറിയാം. എക്സ്പെൻസ് ഫോർ ജിയോഗ്രഫിക്കൽ സർവേയിങ്, drilling, exploration and other preliminary work exploit natural resource develop their fields 20%. ഇതൊന്നുമില്ല, നമ്മൾ ഓയിൽ റിലേറ്റഡ് ഇതിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓയിൽ റിലേറ്റഡ് ഡ്രില്ലിങ് അല്ലെങ്കിൽ ഓയിലിന്റെ എക്സ്പ്ലോറേഷൻ അങ്ങനത്തെ വർക്കിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയാം, ഓയിൽ റിലേറ്റഡ് സാധനങ്ങൾക്ക്, അതിലാണ് നമ്മുടെ കമ്പനി എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസ്, ഇപ്പൊ ഡ്രില്ലിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഓയിൽ എക്സ്പ്ലോറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓയിലിന്റെ ജിയോഗ്രഫിക്കൽ സർവേക്ക് വേണ്ടി നടത്തുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ, ഇതിന്റെ ഡിപ്രീസിയേഷൻ റേറ്റ് 20% ആണ്. ഓയിൽ റിലേറ്റഡ് ഫിക്സഡ് അസറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിപ്രീസിയേഷൻ 20 ആണ്. ബാക്കിയുള്ള ഓൾ അതർ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ഡിപ്രീഷിയബിൾ അസറ്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രീവിയസ് കാറ്റഗറി സച്ച് ആസ് ഫർണിച്ചർ, പ്ലെയിന്, ഷിപ്പ്, ട്രെയിന്, ഗുഡ്വില്ല്, ഇതൊക്കെ എന്താണ്, 10% ആണ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സോഫ്റ്റ്വെയർ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, എസ്പെഷ്യലി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കൂടിയും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന് നമുക്ക് 25% കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരം ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. എന്നാൽ അതല്ലാത്ത ബാക്കിയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റിനൊക്കെ, ഇൻക്ലൂഡിങ് ഗുഡ്വില്ല് പോലത്തെ ഇൻടാഞ്ചിബിൾ അസറ്റിനൊക്കെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് 10%. മെഷീനറിന് 25% ഡിപ്രീസിയേഷൻ, എന്നാൽ ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ വരുന്നത് 10%. അപ്പോ ഇനിയിപ്പോ കമ്പ്യൂട്ടറിനാണെന്നുണ്ടെങ്കിലോ, കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന് ഡിപ്രീസിയേഷൻ വരുന്നത് 25%, സോഫ്റ്റ്വെയറിന് ഡിപ്രീസിയേഷൻ വരുന്നത് 25%. പാസഞ്ചർ വെഹിക്കിൾസിന് ഡിപ്രീസിയേഷൻ വരുന്നത് 25%. അപ്പൊ ഇതാണ് എന്ത്, കോർപ്പറേറ്റ് ടാക്സിന്റെ ഡിപ്രീസിയേഷൻ റേറ്റ്. അപ്പൊ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കി, P&L നമ്മൾ ഉണ്ടാക്കി, അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ഡിപ്രീസിയേഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു കമ്പനി എന്ത് ചെയ്തു, P&L ഉണ്ടാക്കി, അവർക്ക് ഈ പറഞ്ഞ അസറ്റുകളൊക്കെ ഉണ്ട്, ഓക്കെ, മെഷീൻ ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്തു, എല്ലാത്തിനും കൂടി ചേർത്തിട്ട് ഒരു ഡിപ്രീസിയേഷൻ എമൗണ്ട് ഒരു 10,000 ദിർഹംസ് ടോട്ടൽ ഡിപ്രീസിയേഷൻ കാണിച്ചു. അപ്പൊ ഇതിൽ അവർ പല റൂള് വെച്ചാൽ എടുത്തിട്ടില്ല. അവർ മെഷീന് ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുള്ളത് മെഷീന്റെ വാല്യൂന്റെ ഒരു 5% അവർ ഡിപ്രീസിയേഷൻ ചെയ്യുന്നുള്ളൂ. അതേ സ്ഥാനത്ത് അവര് ഗുഡ്വിൽ ഉണ്ട് അവർക്ക്, അല്ലെങ്കിൽ ഗുഡ്വിൽ വേണ്ട, അല്ലെങ്കിൽ ഫർണിച്ചർ ഉണ്ട് അവർക്ക്, ഓക്കെ, ഫർണിച്ചറിന് അവർ ഡിപ്രീസിയേഷൻ 15% ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ പറഞ്ഞോളൂ, കൈ കൊണ്ടിച്ച്. ഓക്കെ, ആയിക്കോട്ടെ. ഫർണിച്ചറിന് 15% ഡിപ്രീസിയേഷൻ ഒരു കമ്പനി എടുത്തിട്ടുള്ളത്, മെഷീൻ 5% ഡിപ്രീസിയേഷൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ കമ്പനിക്കും ഓരോ അസറ്റിനും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ റേറ്റ് ആണ് ഡിപ്രീസിയേഷൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഡിപ്രീസിയേഷൻ എടുത്ത് അവരെന്ത് ചെയ്തു, അവരൊരു 10,000 ടോട്ടൽ ഡിപ്രീസിയേഷനും കാണിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവരെന്ത് ചെയ്തത്, നെറ്റ് പ്രോഫിറ്റ് കാണിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 10,000 എന്തല്ല, കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരം കറക്റ്റ് അല്ല. കാരണം ഫർണിച്ചറിന് കോർപ്പറേറ്റ് ടാക്സ് റൂൾ പ്രകാരം 15% ഡിപ്രീസിയേഷൻ കിട്ടൂല. കോർപ്പറേറ്റ് ടാക്സ് റൂൾ പ്രകാരം ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ തിരുത്താനൊന്നും പോണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡയറക്ട്ലി എന്താണോ കമ്പനി ഡിപ്രീസിയേഷൻ കാണിച്ചത് അത് അതേപോലെ ആഡ് ബാക്ക് ചെയ്യാം. 10,000 എന്ത് ചെയ്യുക, അതേപോലെ ആഡ് ബാക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി നമ്മൾ അസറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടാക്കി ഒരു ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്താണ് അസറ്റ്, അതിന് എത്രയാണ് ഡിപ്രീസിയേഷൻ, അതിന് ബാലൻസ് എത്രയാണ് ഉള്ളത് എന്നൊക്കെ വെച്ചിട്ട് ഒരു ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒരു അസറ്റിന്റെ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മൾ FS ഉണ്ടാക്കുന്ന കൂടെ അതിന്റെ കൂടെ അങ്ങനെ ഒരു ഷീറ്റും കൂടി ഉണ്ടാക്കും. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഷീറ്റും കൂടി ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നമ്മുടെ എല്ലാ അസറ്റുകളും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എല്ലാ അസറ്റും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട്
കോർപ്പറേറ്റ് ടാക്സിന്റെ റൂള് പ്രകാരം എന്താ ഡിപ്രീസിയേഷൻ വരിക? കോർപ്പറേറ്റ് ടാക്സിന്റെ റൂള് പ്രകാരം ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിംഗ് അല്ലെങ്കിൽ ഫർണിച്ചർ ഉണ്ട്, ഫർണിച്ചറിന് 15% ഇവിടെ ഡിപ്രീസിയേഷൻ കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ കോർപ്പറേറ്റ് ടാക്സിന്റെ റൂള് പ്രകാരം 10% ഡിപ്രീസിയേഷൻ എടുക്കുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ 2 ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ഒന്ന് നമ്മളെ ബുക്സിലുള്ള ഡിപ്രീസിയേഷൻ ഉണ്ടാവും, രണ്ടാമത് നമ്മൾ കോർപ്പറേറ്റ് ടാക്സിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്ന ഡിപ്രീസിയേഷൻ ഉണ്ടാവും. കോർപ്പറേറ്റ് ടാക്സിന് കണ്ടുപിടിക്കുന്ന ഡിപ്രീസിയേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോർപ്പറേറ്റ് ടാക്സിൽ അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. മറ്റേ നമ്മൾ ബുക്സിൽ ഓൾറെഡി കണ്ടുവച്ച ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് എന്ത് ചെയ്യുക, ബുക്സിൽ നമ്മൾ കണ്ടുവച്ച ഡിപ്രീസിയേഷൻ എത്രയാണോ അത് ആഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക, നമ്മൾ ഈ കോർപ്പറേറ്റ് ടാക്സിന്റെ വർക്കിംഗ്സ് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് കുറക്കുക. അത് എത്ര എമൗണ്ട് ആச்சு, ഇപ്പൊ ഇവിടെ നമ്മൾ 10,000 ആണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് പ്രകാരം 5,000 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ ചേഞ്ച് ഉണ്ട്, 10,000 അങ്ങോട്ട് കൂട്ടിയിട്ട് 5,000 കുറക്കുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ 5,000 എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രോഫിറ്റിൽ കൂടുതൽ വന്നിട്ടുണ്ടാവും. അത് വരും, അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് പിന്നീട് നിങ്ങൾക്ക് ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞൊരു സാധനം വരിക. ഡെഫേർഡ് ടാക്സ് അസറ്റ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഒക്കെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരിക. നമ്മൾ അവിടേക്ക് ഇപ്പൊ പോണില്ല, അക്കൗണ്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ചെയ്യുക, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരിക. അപ്പൊ എന്താ കോർപ്പറേറ്റ് ടാക്സിൽ നമ്മളെ ചുമതല എന്താ വെച്ച് കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് ടാക്സ് വർക്കിംഗ്സ് ചെയ്യുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കമ്പനി ബുക്ക് ചെയ്ത ഡിപ്രീസിയേഷൻ ആദ്യം എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കുറക്കുക. അപ്പൊ അതിന് ആ റൂൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ റേറ്റ് നമുക്ക് അറിയണം ഓരോ അസറ്റിന്. ഇത് ഒരു ഫിക്സ്ഡ് റേറ്റ് ഒന്നും ഇല്ല. ഇപ്പൊ ഇന്ന് നിങ്ങൾ നോക്കിയിട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും നാളെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ കാറ്റഗറി 10 മാറ്റിയിട്ട് ഇതിൽ ഏതെങ്കിലും എടുത്തിട്ട് ചിലപ്പോൾ 20ലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടാവും, ഇതൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ അത് ടൈം ടു ടൈം മാറും. ഡിപ്രീസിയേഷൻ റേറ്റ് ചിലപ്പോൾ മാറിയേക്കാം, ചിലപ്പോൾ ചേഞ്ച് വന്നേക്കാം. അത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ത് ചെയ്യുക, സെക്കൻഡ് വെബ്സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിപ്രീസിയേഷൻ റേറ്റ്, ഓരോ ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ഏതാണെന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് വേണം ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഡിപ്രീസിയേഷൻ ചേഞ്ച് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഡിപ്രീസിയേഷൻ റേറ്റ് കൊടുക്കാൻ. പോയോ? അല്ലാതെ എന്ത് ചെയ്യരുത്, ഇതാണ് ഡിപ്രീസിയേഷൻ റേറ്റ് എന്നുള്ളത് നിങ്ങൾ ഫിക്സ് ചെയ്യരുത്. ഡിപ്രീസിയേഷൻ റേറ്റിൽ ആസ് ഓഫ് കറന്റ് ഇതുവരെ ഇതാണ്. ഞാൻ പിന്നീട് അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. വേറെ എന്തെങ്കിലും അപ്ഡേഷൻ വന്നെങ്കിൽ തെറ്റുണ്ടെങ്കിൽ പറയണം. ഡിപ്രീസിയേഷൻ ഞാൻ ലേറ്റസ്റ്റ് നോക്കിയ പ്രകാരം ഇതാണ് ഡിപ്രീസിയേഷൻ റേറ്റ് ഉള്ളത്. ഇതിനകത്തൊരു കാര്യമുണ്ട് സാറേ, പറയും. ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഓഡിറ്റിങ്ങിന് കൊടുത്തായിരുന്നു. ഓഡിറ്റ് ചെയ്ത് ഇന്ന് ഓക്കെ ആയി, പാസ്സായിട്ടുണ്ട്. ഓഡിറ്റിങ്, എന്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി. അപ്പൊ അതിനകത്തെന്ന് പറഞ്ഞാല് നമ്മളിത് കൂട്ടേണ്ടതായിട്ടില്ല സത്യത്തിൽ. അത് ഓഡിറ്ററിന്റെ കാൽക്കുലേഷനും നമ്മുടെ കാൽക്കുലേഷനും വ്യത്യാസം വരും. അതെ, ഓഡിറ്റർ ഇതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവാ. ഓഡിറ്റർ നമ്മൾ കൂട്ടി ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ഫയലിംഗ് ചെയ്യുന്നതും അവര് തന്നെ. അത് ഓക്കെ, ഞാൻ അതിനല്ലേ പറഞ്ഞു, നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിലല്ലേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അത് അവരുടെ അവരെന്നെ ചെയ്യണമെന്നില്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവരെന്നെ ചെയ്യണം നിർബന്ധമില്ല. അവര് ചെയ്യുന്നതും ഇത് തന്നെയാണ്, നമ്മളത് പഠിക്കുന്നു എന്നല്ലേ ഉള്ളൂ. അതെ ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ കാൽക്കുലേഷൻ അവരുടെ കാൽക്കുലേഷൻ വേരിയേഷൻ വരും, ഒന്നായിരിക്കത്തില്ല. ഇതാണ് ആ വേരിയേഷൻ. നമ്മളിപ്പോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് ഒരു റൂൾ, നമ്മുടെ കമ്പനീന്റെ റൂൾ പ്രകാരമായിരിക്കും. അവര് കാൽക്കുലേറ്റ് ചെയ്യുന്ന കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരമായിരിക്കും ഡിപ്രീസിയേഷൻ. കറക്റ്റ്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചിലപ്പോ അങ്ങോട്ടേടെ മാറിപ്പോയി കഴിഞ്ഞാലേ അവരുടെ കാൽക്കുലേഷൻ നമ്മുടെ കാൽക്കുലേഷൻ വ്യത്യാസം വരും എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ. പിന്നെ രാജ് കപൂർ, നിങ്ങൾ നേരത്തെ കൈ വന്നിച്ചില്ലേന്നോ, എന്തേ കാര്യം എന്തേ പറയൂ. അത് ഈ ഗുഡ്വില്ലിന്റെ ഡിപ്രീസിയേഷൻ അത് എന്താണ് കൺസെപ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഗുഡ്വിൽ എന്തുകൊണ്ടാണ് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നോ? അതെ, ഗുഡ്വില്ലിന് എങ്ങനെ ഡിപ്രീസിയേഷൻ വരേണ്ട ഒരു കാര്യമില്ലല്ലോ. എങ്ങനെ ഡിപ്രീസിയേഷൻ വരുന്നത്? ഗുഡ്വില്ല് ഏതാ അറിയോ? ഈ ഗുഡ്വില്ല് നമ്മള് പർച്ചേസ്ഡ് ഗുഡ്വില്ലാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഓർമ്മ ഉണ്ടോ? പർച്ചേസ്ഡ് ഗുഡ്വില്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മള് സാധനം മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന അതിന് വരുന്ന ഡിപ്രീസിയേഷൻ അല്ല. ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വില്ലും ഉണ്ട്, പർച്ചേസ്ഡ് ഗുഡ്വില്ലും ഉണ്ട്. ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വില്ല് പറഞ്ഞാൽ ഇപ്പൊ ഗുഡ്വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു കമ്പനി നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കുന്ന വില, അല്ലെങ്കിൽ നമ്മൾ ആ കമ്പനീന്റെ അതാണ് ഗുഡ്വില്ല്. അപ്പൊ ഈ ഗുഡ്വിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന ഗുഡ്വിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ്ഡ് ഗുഡ്വില്ലാണ്. പർച്ചേസ്ഡ് ഗുഡ്വിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ
ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയാം. ബിസിനസ് കോമ്പിനേഷൻ അല്ലെങ്കിൽ അതൊരു വേറെ തന്നെ ഫീൽഡാണ്. നമ്മൾ മെർജർ ആൻഡ് അക്വസിഷൻ എന്ന് പറയുന്ന ഒരു വേറെ തന്നെ ഫീൽഡ് ഉണ്ട്. ചില കമ്പനികളെ കൂട്ടിച്ചേർക്കുന്നതും ഒരു കമ്പനീനെ പിരിക്കുന്നതൊക്കെ ആയ പരിപാടി. അപ്പൊ ഈ മെർജർ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ് കോമ്പിനേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഗുഡ്വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവും. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനീന്റെ ടോട്ടൽ അസറ്റ് ലയബിലിറ്റി നമ്മൾ കുറച്ചു, അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ച് കിട്ടുന്ന ഒരു എമൗണ്ട് 10,000 ആണ്. അതായത് ടോട്ടൽ കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും ഒക്കെ കൂടി ഒരു എമൗണ്ട് ഉണ്ട്. അതിന് ലയബിലിറ്റീസ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് 10,000 ഉള്ളൂ. ഈ 10,000 ഉള്ള കമ്പനിക്ക് നമ്മൾ ഒരു 15,000 രൂപ പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ ഈ കമ്പനി വാങ്ങി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു എക്സ്ട്രാ ഒരു 5,000 കൊടുക്കുന്ന ഈ 5,000 ഗുഡ്വിൽ എമൗണ്ട് ആണെന്നാണ് പറയാം. മനസ്സിലായോ? കിട്ടുന്നുണ്ടോ? നമ്മൾ ഇതാണ് ഗുഡ്വിൽ എമൗണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗുഡ്വിൽ ചിലപ്പോൾ നേരെ സമയത്ത് ക്യാപിറ്റൽ റിസർവ് ആയി വരും. ക്യാപിറ്റൽ റിസർവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനീന്റെ നമ്മളൊരു കമ്പനി ഇത് വേറെ തന്നെ ഫീൽഡാണ്, ഞാൻ സാന്ദർഭികമായി പറയുന്നുള്ളൂ. നമ്മളൊരു കമ്പനീനെ മെർജർ ആയിട്ട് എടുക്കുന്ന സമയത്ത് വേറെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. മെർജർ നമുക്കല്ല, നമ്മുടെ സിലബസിലില്ല, വേറെ ടോപ്പിക്കാണ്. അതായത് മെർജർ ആയിട്ട് നമ്മളൊരു കമ്പനീനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ കമ്പനീന്റെ ടോട്ടൽ അസറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് ടോട്ടൽ ലയബിലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഈ അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ആ കമ്പനീന്റെ നെറ്റ് വർത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ നെറ്റ് വർത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, വില ഇടുക. നെറ്റ് വർത്ത് എത്ര എമൗണ്ട് ആണ്, ഇതിനാണ് നമ്മൾ വാല്യുവേഷൻ പർപ്പസിനൊക്കെ പോവുക. വാല്യുവേഷൻ ചെയ്യുന്നതും വാല്യൂ ചെയ്യുന്നതൊക്കെ ഈ സമയത്താണ്. അപ്പൊ ഈ അസറ്റും ലയബിലിറ്റിയും വാല്യൂ ചെയ്യുന്ന സമയത്ത് ഒരു വാല്യുവേഷൻ പ്രോഗ്രാം ഒക്കെ ഉണ്ട്, എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതൊക്കെ. ആ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ കമ്പനീന്റെ ടോട്ടൽ ഒരു നെറ്റ് വർത്ത് കിട്ടും. ഇത്ര എമൗണ്ട് ആണ് കമ്പനീന്റെ വില. ആ നെറ്റ് വർത്തിനേക്കാളും കൂടുതലാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, കമ്പനി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ നെറ്റ് വർത്തിനേക്കാളും കൂടുതൽ എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന ആ എക്സ്ട്രാ എമൗണ്ട് ആ കമ്പനി പർച്ചേസ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഗുഡ്വിൽ എമൗണ്ട് ആണ്. ആ കമ്പനി ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത പേരും ആ ബ്രാൻഡ് വാല്യൂക്കും നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ എമൗണ്ട് ആണ്. ഇനി ഈ നെറ്റ്വർക്കിന് ഇനി ആ നെറ്റ്വർക്കിനും കുറവാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. ഇനി ഇത്തരത്തിലുള്ള ഗുഡ്വിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്പനി അക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നു, ഇപ്പൊ നിങ്ങൾക്കറിയാം വലിയ വലിയ ജയൻ കമ്പനികൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ കമ്പനികളൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് അക്വയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കും. അവർക്ക് കോമ്പറ്റീഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ ആ ചെറിയ കമ്പനീനെ അവരുടെ കമ്പനിയിലേക്ക് അക്വയർ ചെയ്യും, പർച്ചേസ് ചെയ്തിടും. അങ്ങനെ ഈ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഗുഡ്വിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഗുഡ്വില്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പർച്ചേസ്ഡ് ഗുഡ്വിൽ. ഈ പർച്ചേസ്ഡ് ഗുഡ്വില്ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷനിൽ കാണിക്കുന്നത്. അതല്ലാത്തൊരു ഗുഡ്വിൽ ഉണ്ട്, ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വിൽ. ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വിൽ പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ കമ്പനിക്കൊക്കെ ഗുഡ്വിൽ ഉണ്ടാവും, നിങ്ങളെ കമ്പനിക്കും ഗുഡ്വിൽ ഉണ്ടാവും, എല്ലാ കമ്പനിക്കും ഗുഡ്വിൽ ഉണ്ടാവും. പക്ഷേ ആ ഗുഡ്വില്ല് നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. FS ആകെ തെരഞ്ഞു നോക്കിയാലും എവിടെയും ഒരു കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഗുഡ്വിൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടാവില്ല. അതെന്തുകൊണ്ടാ, ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വിൽ നമ്മൾ ഒരിക്കലും അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഓൺലി നമ്മൾ ഗുഡ്വിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ട്സിന്റെ റൂള് പ്രകാരം നമുക്ക് ഗുഡ്വിൽ കാണിക്കാൻ പറ്റുള്ളൂ. ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വിൽ നമ്മൾ പിന്നെ എവിടെയും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പിലേക്ക് ഒരു പുതിയ പാർട്ട്ണറെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ കൊണ്ടുവരുന്ന സമയത്തേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ കമ്പനീന്റെ ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വിൽ എത്രയുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുള്ളൂ. എത്രയാണ് ഇപ്പൊ നമ്മുടെ കമ്പനീന്റെ ബ്രാൻഡ് വാല്യൂ, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി എത്രത്തോളം പ്രശസ്തമാണ്, എത്രത്തോളം പേരുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ, ഈ പുതിയ വരുന്ന പാർട്ട്ണറോട് പറയാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളെ കമ്പനിക്ക് ഇത്രയും ഗുഡ്വിൽ ഉണ്ട്, അതിലേക്കും കൂടി നിങ്ങൾ പൈസ കൊണ്ടുവരണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക പോലുള്ളൂ. അല്ലാതെ നമ്മൾ ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വിൽ നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എവിടെയും കാണിക്കൂല. അതുകൊണ്ട് ആ ഗുഡ്വില്ലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എവിടെയും ഉണ്ടാവില്ല. നമ്മൾ ഈ ഡിപ്രീസിയേഷൻ കൊടുക്കുന്ന ഗുഡ്വിൽ അല്ലെങ്കിൽ ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗുഡ്വിൽ ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ് മെർജർ അക്വസിഷൻ ഇങ്ങനെ പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത്, വേറൊരു കമ്പനിയെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അക്വസിഷൻ നടക്കുന്ന സമയത്ത് ഒരു ഗുഡ്വിൽ എമൗണ്ട് ഒരു പോർഷൻ കൊടുക്കും. ആ പോർഷൻ ഗുഡ്വിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ ചെയ്യാം, ഡിപ്രീഷിയേറ്റ് ചെയ്ത് കളയാം. ആ ഡിപ്രീസിയേഷൻ ആണ് ഈ പറയുന്ന 10%. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇതാണ് ഡിപ്രീസിയേഷന്റെ റേറ്റ്. ഇതൊന്ന് നോക്ക്, മൈൻഡിൽ വെക്കുന്നതല്ലാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഡിപ്രീസിയേഷൻ റേറ്റ് നിങ്ങൾ എപ്പോഴും നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പൊ ഇത് മുമ്പിൽ പറഞ്ഞ പോലെ ഇത് ഓഡിറ്റർ ചെയ്യുന്ന പരിപാടിയാണ്. ഓഡിറ്റർ ചെയ്യുന്ന പരിപാടിയാണ് നമ്മളിപ്പോ ഈ പഠിക്കുന്ന കോർപ്പറേറ്റ് ടാക്സ് ഫുള്ള് ഓഡിറ്റേഴ്സ് ചെയ്യുന്നതാണ്. നമ്മൾ അത് പഠിക്കാനല്ലേ ഇരിക്കുന്നത്. ഓഡിറ്റർമാർ തന്നെയാണോ ഇത് ചെയ്യുക. നമ്മൾ ഓഡിറ്റർക്ക് വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളത്. ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഓഡിറ്റർ ചെയ്യുന്നതാണെന്നല്ല പറയുന്നത്, ഓഡിറ്റർമാർ തന്നെയാണ് ഇത് ചെയ്യുക. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇതൊക്കെ അവർ തന്നെ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അതല്ലേ പഠിക്കുന്നത്. ഓഡിറ്റർ ചെയ്യുന്ന സൈഡും കൂടിയാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാം, നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമുക്ക് അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യല്ലേ. അപ്പൊ അതെന്ത് ചെയ്യാം,
അത് ആ ഒരു ഇതിൽ നോക്കുക. ഓക്കെ, അപ്പൊ സാറേ ഈ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അക്കുമുലേറ്റഡ് അത് എന്റെ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഡിപ്രീസിയേഷൻ ചെയ്യുന്നത് നേരെ P&L-ലൂടെ റൈറ്റ് ഓഫ് ചെയ്ത് കളയാതെ നമ്മളൊരു ലെഡ്ജറിലേക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നൊന്നുള്ളൂ. അത്രേ ഉള്ളൂ. കറണ്ട് അസറ്റ് ആയിട്ട് തന്നെ അല്ലേ? അങ്ങനെ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ലെഡ്ജർ അങ്ങനെ അവിടെ കീപ്പ് ചെയ്യുന്നു, അതിലേക്ക് എല്ലാ ഡിപ്രീസിയേഷനും ഡംപ് ചെയ്യുന്ന പോലെ അങ്ങനെ ഡംപ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമയത്ത് നോക്കുന്ന സമയത്ത് അസറ്റിന്റെ കോസ്റ്റും കാണാൻ പറ്റും, മൊത്തം ഡിപ്രീസിയേഷനും എപ്പോഴും കാണാൻ പറ്റും. ഇത്ര വർഷമായിട്ട് എത്ര എമൗണ്ട് ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ എല്ലാ വർഷവും ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ലെഡ്ജർക്ക് ഒന്നും കൊണ്ടുപോകുന്നില്ല, ഡയറക്റ്റ് P&L-ലേക്കാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഈ അസറ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്ത് ഒരു എമൗണ്ട് ആയിട്ടുണ്ടാവും. അതിന്റെ എമൗണ്ടേ ഉണ്ടാവുള്ളൂ, ബാലൻസ് എമൗണ്ടും ആ വർഷത്തെ ഡിപ്രീസിയേഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ലെഡ്ജർ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 5 വർഷം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും അസറ്റിന്റെ ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്ത അന്നത്തെ കോസ്റ്റ് ഇത്ര വരെ ആയിട്ട് നമ്മൾ ഏതൊക്കെ വർഷം എത്ര എമൗണ്ട് ഡിപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളത് ഫുള്ളി അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ലെഡ്ജറിനകത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ആയിരിക്കും അതിൽ കാണിക്കുക. അപ്പൊ നമുക്ക് അത് എപ്പോഴും കീപ്പ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്താണ് അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ വരുന്നത്? അതിന്റെ കാൽക്കുലേഷൻ ഇതുപോലെ തന്നെ നോർമൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പോകുന്നില്ല, കറണ്ട് അസറ്റ് എൻട്രി ഇടും അത്രേ ഉള്ളൂ, അല്ല വേറെ വ്യത്യാസം കാൽക്കുലേഷൻ വ്യത്യാസമൊന്നുമില്ല. നോർമൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഡിപ്രീസിയേഷൻ എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷന്റെ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും, എക്സ്പെൻസ് വരും. ബാക്കി സൈഡ് എല്ലാതും ഇങ്ങനെ നമ്മൾ കൂട്ടി വെക്കുന്ന പോലെ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കൂട്ടി വെക്കും. കിട്ടിയില്ല, അസറ്റിന്റെ വാല്യൂ മാറ്റുന്നു, അസറ്റിന്റെ വാല്യൂ മാറും. ഞാൻ ഒരു ഉദാഹരണം, ഒരൊറ്റ ഉദാഹരണം. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്തിട്ട് ഡിപ്രിസിയേഷൻ ഡെബിറ്റ് ചെയ്ത് പോകും അല്ലേ? നമ്മൾ ചെയ്യുന്ന ഒരു മിനിറ്റ്, ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ കോർപ്പറേറ്റ് ടാക്സിന്റെ ഭാഗമല്ല കേട്ടോ, നമ്മൾ അസറ്റിന്റെ അഡ്വാൻസ് അക്കൗണ്ടിങ്ങിന്റെ സൈഡാണ്. സ്റ്റിൽ ഞാനൊന്ന് ഇതിന്റെ കൂടെ പറയാൻ. ഇതും കൂടി കിട്ടിയാലേ ഞാൻ അതാ പറഞ്ഞത്, കോർപ്പറേറ്റ് ടാക്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട്സിന്റെ ഒരു സൈഡും കൂടി നമുക്ക് ഇതുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് എപ്പോഴും പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഒക്കെ അക്കൗണ്ട്സിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ P&L-ഉം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ ഒരു അസറ്റിന്റെ പ്രൈസ് ഏകദേശം ഒരു 1 ലക്ഷം രൂപ ഉണ്ട്. ഓക്കെ, 1 ലക്ഷം രൂപ ഉണ്ട്. ഈ അസറ്റിന്റെ ലൈഫ് എന്ന് പറയുന്നത് 5 വർഷമാണ്. യൂസ്ഫുൾ ലൈഫ് 5 വർഷമാണ്. ഡിപ്രീസിയേഷൻ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം ഡിവൈഡ് ബൈ 5 വർഷം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, 20,000 വെച്ചിട്ടാണ് എല്ലാ വർഷവും ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. 20,000 ആണ് പെർ ഇയർ നമ്മുടെ ഡിപ്രീസിയേഷൻ. ടോട്ടൽ അസറ്റിന്റെ വില 1 ലക്ഷമാണ്. അസറ്റിന്റെ ടോട്ടൽ ലൈഫ്, ഇയേഴ്സ് ഓഫ് ലൈഫ് 5 വർഷമാണ്. അപ്പോൾ 1 ലക്ഷം ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 20,000 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും ഡിപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിപ്രീസിയേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ വാല്യൂ ഇപ്പോൾ നമ്മൾ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിയുമ്പോൾ നമ്മൾ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ലെഡ്ജർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 20,000 × 20,000 × 20,000 20,000 കഴിഞ്ഞിട്ട് 60,000 ആയിട്ടുണ്ടാവും ഇതിന്റെ ബാലൻസ്. ആൻഡ് അസറ്റിന്റെ വാല്യൂ സ്വാഭാവികമായിട്ടും 1 ലക്ഷത്തിൽ നിന്ന് അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 60,000 ഉണ്ടെന്നുണ്ടെങ്കിൽ 40,000 ആയിട്ടുണ്ടാവും ഈ അസറ്റിന്റെ വാല്യൂ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. ഇപ്പൊ നമ്മൾ ഡിപ്രീസിയേഷൻ ഇങ്ങനെ ബുക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഒരു ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ, അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഒരു ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ ആയിക്കോട്ടെ. നമ്മൾ എന്ത് ചെയ്തു, ഡിപ്രീസിയേഷൻ ഇപ്പോൾ ആദ്യത്തെ വർഷം, ഓക്കെ, ഇയർ 1 നമ്മൾ ഡിപ്രീസിയേഷൻ എൻട്രി ഇടുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷനിലേക്ക് എന്ത് ചെയ്യും, ഈ എമൗണ്ട് 20,000 എന്ത് ചെയ്യും, കുറക്കും. സോ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 20,000, ഡിപ്രീസിയേഷൻ 20,000. ഇപ്പൊ ഈ ഡിപ്രീസിയേഷൻ നമ്മൾ P&L-ലേക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, പോവാം. മറ്റു ഡിപ്രീസിയേഷൻ നമ്മൾ P&L-ലേക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാണ്. അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യാണ്. 3 വർഷം കഴിയുന്നതോടുകൂടി നമ്മൾ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷന്റെ ബാലൻസ് ഇതേപോലെ 20,000 വെച്ചിട്ട് എത്ര ആയിട്ടുണ്ടാവും, 60,000 ആയി മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതേ സ്ഥാനത്ത് നമ്മൾ അസറ്റിന്റെ വാല്യൂ, നമ്മൾ എന്ന് പർച്ചേസ് ചെയ്ത അസറ്റിന്റെ വാല്യൂ എത്രയാണോ അതേ വാല്യൂ തന്നെ അസറ്റ് കാണാൻ പറ്റും.
അപ്പൊ നമ്മൾ നോർമലി അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ വർഷവും 20,000 ഡിപ്രീസിയേഷൻ കൊടുക്കുന്നതോടുകൂടി ഈ അസറ്റിന്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരിക ചെയ്യാം. അപ്പൊ നമ്മൾ ഓരോ വർഷം എടുത്തു നോക്കുന്ന സമയത്തും അസറ്റിന്റെ വാല്യൂ എത്രയാണോ 20,000 കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് എന്താ, അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ലെഡ്ജറിനകത്ത് ടോട്ടൽ ഡിപ്രീസിയേഷന്റെ ബാലൻസും കിടക്കുന്നുണ്ടാവും, അസറ്റിന്റെ വാല്യൂ വേറെയും കിടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അസറ്റ് പർച്ചേസ് ചെയ്ത് 1,00,000 ഇതുവരെയായിട്ട് ഡിപ്രീസിയേഷൻ കമ്പനി 60,000 ഇതുവരെയായിട്ട് ഡിപ്രീസിയേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടി മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബാലൻസ് ഇനി അസറ്റിന്റെ വാല്യൂ 40,000 ആണ് ഉള്ളത് മനസ്സിലാവും. ഓക്കെ ആണോ? മനസ്സിലായിക്കണോ? മനസ്സിലായി. ഷഹദ് മനസ്സിലായോ? പി ആൻഡില് നമ്മളിത് എക്സ്പെൻസ് രണ്ട് സൈഡും വരില്ലോ, ക്രെഡിറ്റും ഡെബിറ്റും വരുന്നില്ലേ? പി ആൻഡിൽ നമ്മൾ കൊടുക്കണ്ടല്ലോ, നമ്മൾ എല്ലാ വർഷവും അതേപോലെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കാണിക്കുന്നില്ലേ മറ്റേ സൈഡ്, ക്രെഡിറ്റ് സൈഡില്? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ആവശ്യം എന്തിനാ? അല്ല ഓക്കെ, ബാലൻസ് ഷീറ്റിലേക്ക് വരുള്ളൂ അല്ലെ? ബാലൻസ് ഷീറ്റിക്കല്ലേ വരിക. ഓക്കെ. പിന്നെ അത് വരിക അസറ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്തും അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് വരിക. നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നിങ്ങളെ അക്കൗണ്ട്സിന്റെ ക്ലാസ് സെഷൻ കഴിയേണ്ടിട്ടില്ലല്ലോ നിങ്ങളത്? ഇല്ല, ഇനി വരാനില്ലേ? ഇല്ലേ? ഇല്ല. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റേറ്റ് പ്രകാരമാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എടുക്കേണ്ടത്. ഈ റേറ്റിൽ നിന്ന് കമ്പനി വേറെ ഏതെങ്കിലും റേറ്റിൽ ഡിപ്രീസിയേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് റൂൾ പ്രകാരം ഇതെത്ര ശതമാനമാണോ ഡിപ്രീസിയേഷൻ കിട്ടുന്നത് അതേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫർണിച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് റൂൾ പ്രകാരം ഫർണിച്ചറിന് 10% ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കാർ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെഹിക്കിൾ ഉണ്ട്, നാച്ചുറൽ ഇൻക്ലൂഡിങ് പാസഞ്ചർ വെഹിക്കിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 25% മാത്രമേ പാസഞ്ചർ വെഹിക്കിൾസിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതേപോലെ ഒരു വർക്കിംഗ്സ് ഉണ്ടാക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഒരു വർക്കിംഗ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ അസറ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫർണിച്ചർ എടുത്തു, ഫർണിച്ചർ എത്രയാണോ വാല്യൂ, 10,000 ആണ് വാല്യൂ, അതിന്റെ ഡിപ്രീസിയേഷൻ വരിക 10%. ഡിപ്രീസിയേഷൻ 10,000ന്റെ 10% ഡിപ്രീഷിയേറ്റ് ചെയ്യുക. ബാലൻസ് ഉള്ളത് റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ട് അസറ്റിന്റെ വാല്യൂ ആയിട്ട് അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകാം. അടുത്ത വർഷം വീണ്ടും ഇതേപോലെ. ഇത് കോർപ്പറേറ്റ് ടാക്സിന് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കോർപ്പറേറ്റ് ടാക്സിന്റെ ഡിപ്രീസിയേഷൻ ഷീറ്റ് ആണ്. ഇതേപോലെ കമ്പനിന്റെ ഒരു ഡിപ്രീസിയേഷൻ ഷീറ്റ് ഉണ്ടാവും. അതൊരിക്കലും കോർപ്പറേറ്റ് ടാക്സ് റൂൾ പ്രകാരം ആവണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. എന്നാൽ ചില കമ്പനി എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, അവരുടെ കമ്പനി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് ഓരോ കമ്പനിക്ക് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഒരു കമ്പനി പറയണത് ഞങ്ങളും ഡിപ്രീസിയേഷൻ ഫർണിച്ചറിന് 10% തന്നെയാണ് കൊടുക്കാം, കുഴപ്പമില്ല. ഞങ്ങളും കാറിന് ഡിപ്രീസിയേഷൻ 25% ആണ്, അല്ലെങ്കിൽ ഞങ്ങളും മെഷീന് ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത് 25% ആണ്, ഒരു കുഴപ്പമില്ല. ബിൽഡിങ്ങിന് 5% ഞങ്ങളോ കമ്പനിയും ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്, കുഴപ്പമില്ല, ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാൽ എന്താ ഗുണം? കോർപ്പറേറ്റ് ടാക്സിന്റെ ഡിപ്രീസിയേഷനും നമ്മുടെ ഈ ഡിപ്രീസിയേഷനും ഒരേ എമൗണ്ട് തന്നെ വരിക. അതല്ലാത്ത സമയത്ത് കോർപ്പറേറ്റ് ടാക്സ് വേറെ നമ്മൾ വേറെ ഡിപ്രീസിയേഷൻ ആകുമ്പോൾ രണ്ടിന്റെ ഡിപ്രീസിയേഷനും 2 ഡിപ്രീസിയേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് കോർപ്പറേറ്റ് ടാക്സിന്റെ വർക്കിംഗ്സ് നടത്തുന്ന സമയത്ത് ആ വർക്കിംഗ്സിൽ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എടുത്തതിന് ശേഷം ഇനിയിപ്പോ എങ്ങനെ ഡിപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആണ് രണ്ടിനും എന്നുണ്ടെങ്കിലും സ്റ്റിൽ കോർപ്പറേറ്റ് ടാക്സ് വർക്കിംഗ്സ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മുടെ പി ആൻഡ് എല്ലിൽ എടുക്കുന്ന ഡിപ്രീസിയേഷൻ ആദ്യം തന്നെ ആഡ് ബാക്ക് ചെയ്ത് വെക്കണം. എത്ര എമൗണ്ട് ആണോ നോക്കണ്ട, ഏത് മെത്തേഡാണോ നോക്കണ്ട, ഡയറക്റ്റ് ആഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് കോർപ്പറേറ്റ് ടാക്സിന്റെ റൂൾ പ്രകാരം ഡിപ്രീസിയേഷൻ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഡിപ്രീസിയേഷൻ എത്ര കിട്ടുന്നുണ്ടോ അത് മാത്രം എന്ത് ചെയ്യുക? ഡിഡക്ട് ചെയ്യുക, അത് മാത്രം മൈനസ് ചെയ്യുക. മറ്റേ ഡിപ്രീസിയേഷൻ ഡയറക്ട്ലി ആദ്യം തന്നെ എന്ത് ചെയ്ത് നോക്കുക? ആഡ് ചെയ്ത് നോക്കുക. ഇത് രണ്ടും ഓക്കെ സെയിം ആണെന്നുണ്ടെങ്കിൽ ഒരു എഫക്റ്റും ഉണ്ടാവില്ല, അതേപോലെ തന്നെ വരും. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോക്കേണ്ട ആവശ്യമില്ല. രണ്ടും ഒന്നാണോ, രണ്ടും ഡിഫറെന്റ് ഡിപ്രീസിയേഷൻ ആണോ ഒന്നും നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ഓൾവേസ് ഏറ്റവും സേഫ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് നമ്മുടെ അക്കൗണ്ട്സിലുള്ള ഡിപ്രീസിയേഷൻ കോർപ്പറേറ്റ് ടാക്സ് വർക്കിംഗ് മീൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. കോർപ്പറേറ്റ് ടാക്സിന്റെ ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ് വർക്കിംഗ്സ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? കുറക്കുക. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. അതാണ് ഒരു സൈഡുള്ളത്. ഈ പറഞ്ഞ പോലെ അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെ നോർമൽ ഡിപ്രീസിയേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. നോർമൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ല. ഒരു അസറ്റിന്റെ വാല്യൂ ഉണ്ടാവും, ഇപ്പോൾ 100 അല്ലെങ്കിൽ നമുക്ക് ഡീപ്പായിട്ട് അവിടെ പറയാം. സ്റ്റിൽ ഞാൻ ഒന്ന് പറഞ്ഞു പോവാണ്. 1000 എന്നുള്ള ഡിപ്രീസിയേഷൻ എമൗണ്ട് ഒരു അസറ്റിന്റെ വാല്യൂ ഓക്കെ 1000 ആണെന്ന് വിചാരിച്ചോളൂ. ഒരു ഫർണിച്ചറിന് 1000 ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഫർണിച്ചറിന്റെ വാല്യൂ 1000 ആണെന്നുണ്ടെങ്കിൽ അതിന് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട്, ഫർണിച്ചർ എന്താണ്? അസറ്റാണ്. ഫർണിച്ചർ അസറ്റിന് അല്ലെങ്കിൽ ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ റേറ്റ് 10%. സോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 10% ഓഫ് എത്രയാണ്? 1000 എന്നുള്ളതാണ് നമ്മുടെ അസറ്റിന്റെ വാല്യൂ. അസറ്റിന്റെ
സെക്കൻഡ്. ഓക്കെ 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 ഓക്കെ. സോ 1000 ഓഫ് 10,000 സോറി 1000 ആണ് നമ്മുടെ അസറ്റിന്റെ വാല്യൂ. 1000ന്റെ 10% നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സോ ആ വർഷം ഡിപ്രീസിയേഷൻ 100 വരും. അപ്പൊ നമ്മുടെ അസറ്റ് ബാലൻസ് 1000 നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ 900 ബാലൻസ് ഉണ്ടാവും. ഇനി അടുത്ത വർഷം എത്തുമ്പോൾ 900 ആയിരിക്കും നമ്മുടെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവുക. ഇതായിരുന്നു ആദ്യത്തെ ഓപ്പണിംഗ് ബാലൻസ്. 2025 വിചാരിച്ചോളൂ. ഓക്കെ, 2025 കഴിഞ്ഞു. ഇനി 2026 തുടങ്ങി. 2026 ഓപ്പണിംഗ് ബാലൻസ് അസറ്റിന് എന്തായിരിക്കും, 900 ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ്. അതിന് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വർഷവും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യും. ഡിപ്രീസിയേഷൻ അഗെയിൻ എത്ര, 10%. 10%മേ നമുക്ക് ഡിപ്രീസിയേഷൻ എടുക്കാൻ പറ്റുള്ളൂ. 10% ഓഫ് 900ന്റെ 10% നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. അത് എത്ര വരും, 90 വരും. 90 ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തു. വീണ്ടും ക്ലോസിംഗ് ബാലൻസ് വരും. 900 നിന്ന് 90 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും, നമുക്ക് 810 കിട്ടും. അതായിരിക്കും അടുത്ത വർഷത്തേക്കുള്ള ഓപ്പണിംഗ് ബാലൻസ്. ഇങ്ങനെ 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 പോവുക ചെയ്യാം. അങ്ങനെ അവസാനം എന്ത് ചെയ്യും, ആസെറ്റ് ക്ലോസ് ആവുന്നവരെ ഡിപ്രീസിയേഷൻ ഓരോ വർഷവും ക്ലെയിം ചെയ്ത് ആസെറ്റ് എന്താവും, 0 ആവുന്നവരെ ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നോർമലി നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ഇതിന് നമ്മൾ WDV മെത്തേഡ് എന്ന് പറയാം, റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അവിടെ പഠിക്കേണ്ടതാണ്, അക്കൗണ്ട്സിൽ പഠിക്കേണ്ടതാണ്. സ്റ്റിൽ ഞാൻ പറയാണ്, വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, SLM മെത്തേഡ്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. നമ്മൾ ഇപ്പൊ അത് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയും ഫോളോ ചെയ്യുന്ന മെത്തേഡ്, കുറേ അധികം കമ്പനി ഫോളോ ചെയ്യുന്ന മെത്തേഡ് റിട്ടൺ ഡൗൺ വാല്യൂ ആണ്. റിട്ടൺ ഡൗൺ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റിന്റെ വാല്യൂന്ന് ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് ബാലൻസ് കിട്ടുന്ന ഈ എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് റിട്ടൺ ഡൗൺ വാല്യൂ. ഈ റിട്ടൺ ഡൗൺ വാല്യൂന്ന് വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മൾ ഡിപ്രീസിയേഷൻ കുറക്കുകയാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റിട്ടൺ ഡൗൺ വാല്യൂ കിട്ടും. ഈ റിട്ടൺ ഡൗൺ വാല്യൂന്ന് വീണ്ടും എന്ത് ചെയ്യണം, ഇതിന്റെ 10% കുറക്കുകയാണ്. അതായത് എത്രയാണോ നമ്മുടെ റിട്ടൺ ഡൗൺ വാല്യൂ അതിന്റെ 10%, അതിന്റെ 10%, അങ്ങനെ അങ്ങനെ അങ്ങനെ. സീറോയിലെത്തൂലല്ലോ അല്ലേ? 0 എത്തുമല്ലോ. 0 എന്തായി, 0-ലെത്തൂലേ? അവസാനം ക്ലോസ് ചെയ്യല്ലേ? ക്ലോസ് ആവും. സീറോയിലെത്തും. നിങ്ങൾ 0-ലെത്തൂലെന്ന് പറഞ്ഞേ. എത്തും. ഹലോ, ഈ 0-ലെത്തിക്കഴിഞ്ഞാൽ അവിടെ അസറ്റ് ഇല്ലാതായിന്നല്ലേ, ഒരു റിയാലിൽ അല്ലെങ്കിൽ ഒരു ദർഹത്തിൽ കൊണ്ട് നിർത്തില്ല, അങ്ങനല്ലേ ചെയ്യുന്നത്? അങ്ങനെ 0-ലെത്തി കഴിഞ്ഞാൽ ആ ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ പോയിന്റ് അങ്ങനെ പോകുന്നില്ല. അവിടെ എത്തുമ്പോൾ 1 ആകുന്ന സമയത്ത് അവിടെ നിർത്തിയിട്ട് അസറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഇല്ല. അതിന് നമ്മൾ അസറ്റ് റിയലൈസ് ചെയ്യുന്ന വാല്യൂ 0-ലെത്തുന്ന സമയത്ത് അസറ്റ് റിയലൈസ് ചെയ്യുന്നതും അസറ്റ് നോൺ റിയലൈസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. 1-ൽ നിർത്തുന്ന കമ്പനീസും ഉണ്ട്. പിന്നെ പോയിന്റ് വെച്ച് ഡിപ്രീഷിയേറ്റ് ചെയ്യേണ്ട വെച്ചിട്ട് 1-ൽ വെച്ചിട്ട് നിർത്തുന്ന കമ്പനീസും ഉണ്ട്. രണ്ടും ചെയ്യാം. ഞങ്ങൾ സീറോയിലാക്കിയിട്ടുണ്ട്, അതാ ചോദിച്ചത്. ചിലത് ഇൻഫിനിറ്റി എങ്ങനെ പോവല്ലേ? അത് എന്തായാലും അവിടെ വെച്ച് ക്ലോസ് ചെയ്യും. മനസ്സിലായി. നിങ്ങൾ പറഞ്ഞു മനസ്സിലായി. അത് വീണ്ടും ഡിപ്രീഷിയേറ്റ് ഇൻഫിനിറ്റി ആയി പോകുക. അങ്ങനെ അല്ലാതെ 0 ആക്കുന്ന കമ്പനീസും ഉണ്ട്, ഇങ്ങനെ 1-ൽ നിർത്തുന്ന കമ്പനീസും ഉണ്ട്. രണ്ടും ഉണ്ട്. ഓക്കെ, നമ്മൾ അതിന്റെ ഡിസ്കഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നമുക്ക് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സിൽ പറയാം. അതിൽ കുറെ കാര്യങ്ങൾ പറയണ്ട, നമുക്ക് അവിടെ പറയാം. ഓക്കെ, കോർപ്പറേറ്റ് ടാക്സിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഡിപ്രീസിയേഷൻ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഡിപ്രീസിയേറ്റ് ചെയ്തു പോകുമ്പോൾ അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സൈഡ്, നമുക്ക് എടുക്കാൻ പറ്റുന്ന, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസിന്റെ ഒരു സൈഡാണ് ഡിപ്രീസിയേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. ആ ഡിപ്രീസിയേഷൻ കുറക്കുന്നതിന്റെ ഈ റേറ്റ് പ്രകാരമായിരിക്കണം കുറക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സംപ്റ്റ് ഇൻകം എന്നുള്ള സൈഡാണ്. ചില ഇൻകങ്ങൾ കോർപ്പറേറ്റ് ടാക്സിൽ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണ്ട, അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. ആ ഇൻകത്തിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണ്ട. അതായത് ഉദ്ദേശിക്കുന്നത് എന്താ, ഇപ്പൊ നമ്മൾ P&L ഉണ്ടാക്കി അതിൽ കുറെ ഇൻകങ്ങളുണ്ട്, കുറെ എക്സ്പെൻസുകളും ഉണ്ട്. അതിൽ ചില ഇൻകത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണം. എന്നാൽ ചില ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യണ്ട, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നേരത്തെ ചെയ്ത പോലെ നെറ്റ് പ്രോഫിറ്റ് കിട്ടി, നെറ്റ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് ആക്കുന്നത്. അപ്പൊ ആക്കുന്ന സമയത്ത് എക്സംപ്റ്റഡ് ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം, മൈനസ് ചെയ്യണം. ആ ഇൻകത്തിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോർപ്പറേറ്റ് ടാക്സിന്റെ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് അഡ്ജസ്റ്റഡ് ഇൻകം ആക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് മൈനസ് ചെയ്ത് ഒഴിവാക്കി കളയാം. അപ്പൊ അങ്ങനെ ഒഴിവാക്കുന്ന ഇൻകങ്ങൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സംപ്റ്റഡ് ഇൻകം. എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുള്ള, നിർബന്ധമില്ലാത്ത, കോർപ്പറേറ്റ് ടാക്സ് ആവശ്യമില്ലാത്ത ഇൻകങ്ങളാണ് എക്സംപ്റ്റ് ഇൻകം. ഇപ്പൊ എക്സംപ്റ്റ് ഇൻകത്തിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തേത്
ആദ്യത്തത് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റി. ഓക്കെ, ഈ നമ്മൾ ഈ ഡിഡക്ട് ചെയ്യുന്നതും നോൺ ഡിഡക്ട് ചെയ്യുന്നതിന്റെ ഒക്കെ ലിസ്റ്റ് ഞാൻ കംപ്ലീറ്റ് നോട്ട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നോട്ട്സും അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഒരു നോട്ട്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വർക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും ഇതിന്റെ നോട്ട്സും കൂടി തരുന്ന സമയത്ത് നോട്ട്സിൽ ഉണ്ടാകും. നിങ്ങൾ ഈ ലിസ്റ്റ് ഏതൊക്കെയാണ്, ഏതൊക്കെ ആഡ് ബാക്ക് ചെയ്യണം, ഏതൊക്കെ കുറക്കണം എന്നുള്ളത് കാണാതെ ഓർത്ത് വെക്കണം എന്നൊന്നുമില്ല, നോട്ട്സിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ നോക്കിയിട്ട് നോക്കിയാൽ മതി. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ സാധനങ്ങൾ തന്നെ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിലൊന്ന് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റി. ലിസ്റ്റഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഏതെങ്കിലും സെക്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, സൗദി സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഏതെങ്കിലും സെക്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റിന്റെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് സൗദിയിൽ എക്സംപ്റ്റഡ് ആണ്. അപ്പൊ അതിന് ആദ്യം ക്യാപിറ്റൽ ഗെയിൻ എന്താന്ന് പറയണം. ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ടൈപ്സ് ഓഫ് ഇൻകം ഡിസ്കസ് ചെയ്തിരുന്നു. ഏതൊക്കെ ടൈപ്പ് ഒരു വ്യക്തിക്ക് ഇൻകം ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ അതിൽ പറഞ്ഞു സാലറി ഉണ്ടാവാം, റെന്റ് ഉണ്ടാവും, ബിസിനസ് ഇൻകം കിട്ടും, ഇൻട്രസ്റ്റ് ഇൻകം കിട്ടും, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ കിട്ടും എന്ന് ഞാൻ പറയുന്നു. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഷെയർ മാർക്കറ്റിൽ നമ്മളൊരു ഷെയർ വാങ്ങി, ആ ഷെയർ നമ്മൾ വാങ്ങി വിറ്റ് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻ. അതായത് ക്യാപിറ്റൽ അസറ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇതിനെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് കാണുക. അതുപോലെ നമ്മൾ ലാൻഡിനെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് കാണുക. അതുപോലെ ജ്വല്ലറിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കാണുക. അങ്ങനെ കുറച്ച് കാറ്റഗറി ഉണ്ട് ക്യാപിറ്റൽ അസറ്റുകൾ. അപ്പൊ ആ അസറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് പെട്ട ഒരു അസറ്റ് ആണ് എന്ത്, ഈ സെക്യൂരിറ്റി, ഷെയർ മാർക്കറ്റിലുള്ള സെക്യൂരിറ്റി. അത് ലിസ്റ്റഡ് ആയിരിക്കണം. ലിസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റി ആയിരിക്കണം. അങ്ങനെ ലിസ്റ്റ് ചെയ്തൊരു സെക്യൂരിറ്റി നിങ്ങളുടെ കമ്പനി സെല്ല് ചെയ്തിട്ടുണ്ട്, വാങ്ങി വിറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇൻകം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ഗെയിന് KSA കോർപ്പറേറ്റ് ടാക്സിൽ എക്സംപ്റ്റഡ് ആണ്. അതായത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് KSA ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ക്യാപിറ്റൽ ഗെയിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, സൗദി അറേബ്യയിൽ ടാക്സ് കൊടുക്കണ്ട. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്, എക്സംപ്റ്റഡ് ആക്കിയത്. ഇന്ത്യയിൽ എന്ന അതേ സ്ഥാനത്ത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ ടാക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷെയറിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപിറ്റൽ ഗെയിൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഇന്ത്യയിൽ എപ്പോഴെങ്കിലും ടാക്സ് അടിച്ച ഒരു പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ലാൻഡ് വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഭൂമി വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അതിന് കുറെ റൂളൊക്കെ ഉണ്ട്, കൊടുക്കുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിൽ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ഭൂമി വിറ്റ് കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അല്ലെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ ഗെയിന്റെ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. എന്നാൽ സൗദിയിൽ എന്ത് ചെയ്യണ്ട, ക്യാപിറ്റൽ ഗെയിൻ ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റിന്റെ പേരിലുള്ള ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അതിന്റെ പേരിൽ എന്ത് ചെയ്യണ്ട, ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണ്ട. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ അല്ല, എക്സംപ്റ്റഡ് ആണ്, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, കോർപ്പറേറ്റ് ടാക്സ് നമുക്ക് അതിന്റെ പേരിലില്ല. അപ്പൊ നമ്മളെ കമ്പനിക്ക് അങ്ങനെ ഏതെങ്കിലും ലിസ്റ്റഡ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുകയും ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെല് ചെയ്ത് അതിനൊരു ഇൻകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻകം നമ്മൾ എന്ത് ചെയ്യണ്ട, കോർപ്പറേറ്റ് ടാക്സിന്റെ വർക്കിംഗ്സ് നടത്തുന്ന സമയത്ത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിന്റെ ഈ നെറ്റ് പ്രോഫിറ്റിന്റെ സൈഡിൽ എവിടെയും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, എവിടെയും മെൻഷൻ ചെയ്യണ്ട. ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇൻകം സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. എവിടെയും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എവിടെയും കാണിക്കണ്ട, കാരണം നമുക്ക് ടാക്സ് അടക്കാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. ഓൾറെഡി ഇൻക്ലൂഡഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട. ഓക്കെ, അതാണ് ഒരു സൈഡ്. രണ്ടാമത്തത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇൻകങ്ങൾ. ഇതൊക്കെ ജനറൽ ഇൻകം എക്സംഷൻ ആണ് ഞാൻ ആദ്യം പറയുന്നത്. നമ്മൾ അന്ന് ഡിഡക്ഷൻ പഠിച്ച പോലെ തന്നെ ആദ്യം ജനറൽ പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് എടുത്തു പറയും. ആദ്യം ജനറൽ സാധനങ്ങളാണ് നമ്മൾ പറയുന്നത്. നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റീസ്. ഓക്കെ, നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗവൺമെന്റ് അംഗീകരിച്ച, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡൊണേഷന്റെ കേസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു ഡൊണേഷൻ ഡിഡക്റ്റബിൾ ആവും എപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു
ഗവൺമെന്റ് അംഗീകരിച്ച ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ഡിഡക്ട് ചെയ്യാം. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ, അതായത് ഗവൺമെന്റ് അംഗീകാരം ഇല്ലാത്ത ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ഡിഡക്റ്റബിൾ ആണ്. നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് വർക്കിങ്സ് ചെയ്യുന്ന സമയത്ത് ആഡ് ബാക്ക് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റികൾക്ക് സൗദി അറേബ്യയിൽ ഇൻകം എക്സംപ്റ്റഡ് ആണ്. അവരുടെ ഇൻകത്തിന്റെ പേരിൽ അവരെന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കണ്ട, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിന്റെ വർക്കിംഗ്സിൽ എവിടെയും വരുത്തണ്ട. അതിന് കുറച്ച് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. ശരിയാവും. ഓക്കെ, റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ആ റെഗുലേഷൻസ് ഒക്കെ പാലിച്ചിട്ട് ഗവൺമെന്റിന്റെ അണ്ടറിൽ പ്രോപ്പർലി ഉള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിന്റെ പേരിൽ ടാക്സ് കൊടുക്കണ്ട, എസ്പെഷ്യലി കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണ്ട. ആ ഇൻകം ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ടെന്ന് വിചാരിച്ചോളി. ആ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഏത് ഇൻകത്തിന്റെ പേരിലും അവരെന്ത് ചെയ്യണ്ട, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണ്ട, കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. ആ ചാരിറ്റബിൾ ഓർഗനൈസേഷന് അവരുടെ എല്ലാ ഇൻകവും എക്സംപ്റ്റഡ് ആണ്. അത് എക്സംപ്റ്റഡ് ആവാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഗവൺമെന്റ് സൗദിയിൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടാവണം. രണ്ട്, സക്കക്ക് കുറച്ച് പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. അവർ ഇൻകം എത്ര ശതമാനം ഒരു വർഷം ഉപയോഗിക്കണം അത് പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഡിസ്കഷനിലേക്ക് പോകും. ഞാൻ അത്ര ഡീപ്പായിട്ട് പോകില്ല. ബട്ട് സ്റ്റിൽ അവിടെ മനസ്സിലാക്കുക, അവിടെ കുറച്ച് റൂൾ ഉണ്ട്. അതായത് നിങ്ങളൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്, ഗവൺമെന്റിന് അപ്രൂവൽ എടുത്ത, സക്കയിൽ അപ്രൂവൽ എടുത്ത ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ്, ലൈസൻസ്ഡ് ഓർഗനൈസേഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകത്തിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണ്ട, എക്സംപ്റ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ അവിടെ എന്തുണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ഇൻകത്തിന്റെ 70%, 80% യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് റൂൾ ഉണ്ട്. ആ റൂളൊക്കെ പാലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇൻകം എന്താണ്, സൗദിയിൽ എക്സംപ്റ്റഡ് ആണ്. അപ്പൊ നമ്മുടെ കമ്പനി ഏതെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്ലസ് ഗവൺമെന്റ് എൻറ്റിറ്റീസ്, ഓക്കെ, ഗവൺമെന്റ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സിൽ കൊടുക്കാതെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ, ഓക്കെ, അടുത്തത് SEZ ഇൻകം. വൺ സെക്കൻഡ്. ഇതൊക്കെ ജനറൽ ആണ്, ജനറൽ കമ്പനികളെ കുറിച്ചാണ്. നമ്മളൊരു സാധാരണ ഒരു കമ്പനിയിലുള്ള ടൈപ്പ് ഓഫ് കാര്യങ്ങളല്ല, ജനറലി ഉള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്, അതിന് ശേഷം നമ്മൾ പറയും. ഓക്കെ, SEZ റിലേറ്റഡ് കാര്യങ്ങൾ. SEZ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നാണ് ഇതിന് പറയാം. സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഓക്കെ, സ്പെഷ്യൽ എക്കണോമിക് സോൺ. നിങ്ങളിപ്പോ നാട്ടില് SEZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതാ അതിന്റെ ഉദാഹരണം? നമുക്ക് കൊച്ചി, ഐ തിങ്ക് കക്കനാടാണോ കൊച്ചിയിലാണോ അറിയില്ല, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. SEZ ഉണ്ട്. ഓക്കെ, പേര് എന്തായിരുന്നു, മറന്നുപോയി. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്ങനെ ഓർമ്മ അറിയണ്ടോ? അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? കാക്കഞ്ചേരി ബിസിനസ്സിലാണോ? കക്കഞ്ചേരി ബിസിനസ്സിലല്ല, അതിന്റെ പേര്, സ്പെസിഫിക് പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോ അതേപോലെ സൗദിയിൽ ഒരുപാട് SEZ-കൾ ഉണ്ട്. ഇപ്പോ ലൊക്കേഷൻസ് പലതിലും പല SEZ സോണുകൾ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ സൗദിയിലുള്ള SEZ-കൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറെ ഏരിയ SEZ ആക്കി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന അവിടെയാണെന്ന് നിങ്ങളൊന്ന് സ്പെസിഫിക്കലി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് എക്സാക്ട് പേരുകൾ അറിയില്ല, കുറെ പേരുകളുണ്ട്. ഓരോ യൂണിയനും ഓരോ ഏരിയക്കും ഓരോ പേരുകളുണ്ട്. റാസൽ ഖൈർ SEZ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ സ്പെസിഫിക് ഓരോ ഏരിയകൾക്കാണ് SEZ പേരിട്ട് കൊടുക്കുക. അപ്പൊ ഈ SEZ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഏരിയനെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്കി മാറ്റുന്നതാണ്. ഇപ്പോൾ സൗദിയിൽ മാത്രമാണ് നമ്മൾ ഈ SEZ പോലെ ഫംഗ്ഷൻ ചെയ്യുന്നത്. UAE-ലാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. UAE-ല്
ഫ്രീ സോണുകൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. UAE ഒരു ഫ്രീ സോൺ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് സോൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് രണ്ടും സൗദി അറേബ്യയിൽ ഇല്ല. UAE പൊതുവെ ഞാൻ ആ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് പറയാന്നുള്ളൂ. UAE പൊതുവെ അവരുടെ ലാൻഡിനെ അവർ 3 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. ഒന്ന് മെയിൻ ലാൻഡ് കാറ്റഗറി, 2 ഫ്രീ സോണുകൾ, മൂന്നാമത്തത് ഡെസിഗ്നേറ്റഡ് സോണുകൾ. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് അവരുടെ മൊത്തം ഭൂമിനെ അവർ ഈ ടാക്സ് പർപ്പസിനും ബിസിനസ് പർപ്പസിനൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചില കമ്പനികൾ ഫ്രീ സോണിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും, ചില കമ്പനികൾ ഡെസിഗ്നേറ്റഡ് സോണിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതല്ലാത്ത കമ്പനികളൊക്കെയാണ് മെയിൻലാൻഡ് ആയിട്ട് പറയുന്നത്. അപ്പൊ UAE മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പ്രത്യേക സ്പെസിഫിക്കലി പേരെടുത്ത് മാറ്റി അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് UAE കോർപ്പറേറ്റ് ടാക്സിലും മാറ്റമുണ്ട്, വാറ്റിലും മാറ്റമുണ്ട്. ഈ ഫ്രീ സോണിനകത്തുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കോർപ്പറേറ്റ് ടാക്സിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ അവരുടെ വാറ്റിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ UAE ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും സൗദിയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇത് ഒറ്റ കാറ്റഗറി ആക്കി മാറ്റിയിട്ടുള്ളതാണ്. SEZ എന്നുള്ള പേരിട്ടിട്ടാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. SEZ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നാണ് പറയുക. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പ്രത്യേകതകൾ, അതായത് അതിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ബിസിനസ് ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ടപ്പുകൾ കുറച്ചും കൂടി നല്ല രീതിയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതായത് സ്റ്റാർട്ടപ്പിനെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സിന് കുറച്ചും കൂടി എൻഹാൻസ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ഇനീഷ്യേഷൻ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടികൾ, രജിസ്ട്രേഷൻ, ഇതൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ടാക്സിലും കുറെ സ്ഥലത്ത് അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സിലും ഈ SEZ റൂളിൽ കുറച്ചധികം കാര്യങ്ങൾ മാറ്റമുണ്ട്. നോർമലി നമ്മുടെ ഉള്ള കോർപ്പറേറ്റ് ടാക്സ് പോലെയല്ല SEZ-നകത്തുള്ള കോർപ്പറേറ്റ് ടാക്സിന്റെ റൂള് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിന്റെ ബാക്കിയുള്ള റൂള്. അപ്പോൾ SEZ-ൽ പൊതുവെ ആദ്യത്തെ ഒരു മാറ്റം എന്ന് വെച്ചാൽ SEZ-ൽ നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സിന്റെ റേറ്റ് തന്നെ വ്യത്യാസമാണ്. SEZ-ൽ കോർപ്പറേറ്റ് ടാക്സ് 5% കൊടുത്താൽ മതി, 20% കൊടുക്കണ്ട, 5% കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, SEZ സോണിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് 5% എന്ത് ചെയ്തിട്ടുണ്ട്, കുറക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ എല്ലാ ഇൻകത്തിനും എന്ത് ചെയ്യണ്ട, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണ്ട. അവിടെ ഒരുപാട് ഇൻകങ്ങൾ എന്താണ്, എക്സംപ്റ്റഡ് ആണ്. എല്ലാ ഇൻകത്തിനും SEZ-ൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിക്ക് എന്ത് ചെയ്യണ്ട, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണ്ട. കുറെ ഇൻകത്തിന് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റഡ് അല്ലാത്ത ഒരു ഇൻകത്തിന് അവർ വിളിക്കുന്ന പേരാണ് ക്വാളിഫയിങ് ഇൻകം. ഓക്കെ, ക്വാളിഫയിങ് ഇൻകം. ക്വാളിഫയിങ് ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്വാളിഫയിങ് ഇൻകത്തിന്റെ പേരിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കോർപ്പറേറ്റ് ടാക്സ് SEZ യൂണിറ്റിൽ കൊടുത്താൽ മതി. ബാക്കിയുള്ള എല്ലാ ഇൻകത്തിന്റെ പേരിലും എന്താണ്, കോർപ്പറേറ്റ് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. അവിടെ കോർപ്പറേറ്റ് ടാക്സ് ഇല്ല. ഇനി ക്വാളിഫയിങ് ഇൻകത്തിന്റെ പേരിൽ തന്നെ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടത് 5% ഉള്ളൂ. നമ്മൾ നോർമലി പറയുന്ന കോർപ്പറേറ്റ് ടാക്സ് ആയിട്ടുള്ള 20% എന്ത് ചെയ്യണ്ട, ഒരു SEZ സോണിനകത്ത് നടക്കുന്ന കമ്പനിക്ക് എന്ത് ചെയ്യണ്ട. അപ്പൊ നിങ്ങൾ SEZ സോൺ ഏതാന്നുള്ളത് ഞാനൊരു ചുമ്മാ ഒന്ന് നിങ്ങളൊരു ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി, ഏതൊക്കെയാണ് സൗദി അറേബ്യയിലുള്ള SEZ സോണുകൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുറെ പേര് കാണാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ആ കമ്പനി ആ ഏരിയയിലുള്ളതാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്നൊരു റിസർച്ച് നടത്തി നോക്കിയാൽ. ഓക്കെ, അപ്പൊ ഈ ഞാൻ പറഞ്ഞു തന്നത് നമ്മളെ സൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോർപ്പറേറ്റ് ടാക്സിൽ പറയുന്ന സമയത്ത് SEZ സോണിൽ കോർപ്പറേറ്റ് ടാക്സിൽ ഒരുപാട് എക്സംപ്റ്റഡ് ഇൻകങ്ങൾ ഉണ്ട്. ഒരുപാട് ഇൻകങ്ങൾ കോർപ്പറേറ്റ് ടാക്സിൽ എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻകം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, SEZ-ലുള്ള കമ്പനിക്ക് കോർപ്പറേറ്റ് ടാക്സ് അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ആ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻകത്തിന് വിളിക്കുന്ന പേര് ക്വാളിഫയിങ് ഇൻകം എന്നാണ്. ആ ക്വാളിഫയിങ് ഇൻകം ആവണമെങ്കിൽ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതിന്റെ ലൈസൻസ് ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇൻകം ഇന്ന ആക്ടിവിറ്റി എന്നുള്ളതാണോ, നോൺ റെസിഡൻസുമായിട്ടുള്ള സൗദി റിലേറ്റഡ് അല്ലാത്ത ആൾക്കാരുമായിട്ടുള്ള കമ്പനിയിൽ നിന്നുള്ള ഇൻകം ആവണം, അങ്ങനെയൊക്കെ ഉണ്ട്. ക്വാളിഫയിങ് ഇൻകത്തിന്റെ കണ്ടീഷൻസ് വേറെ ഉണ്ട്. അപ്പൊ അത് കണ്ടീഷൻസ് അനുസരിച്ചുള്ള ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഒരു പോർഷൻ, ഇപ്പോൾ SEZ-ൽ വർക്ക് ചെയ്യുന്ന കമ്പനികളുടെ ഒരു 90% ഒരു സൈഡ്, ഒരു പോർഷൻ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ ക്വാളിഫയിങ് ഇൻകം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ക്വാളിഫയിങ് ഇൻകം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഇൻകങ്ങളും SEZ-ലുള്ള കമ്പനിക്ക് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ക്വാളിഫയിങ് ഇൻകത്തിന്റെ പേരിലും ടാക്സ് കൊടുക്കേണ്ടത് 5% ഉള്ളൂ, 20% എന്ത് ചെയ്യണ്ട, കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ ഇതും ഒരു ജനറൽ എക്സംപ്ഷൻ ആണ്. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജനറൽ കാറ്റഗറിയാണ്. ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു കാറ്റഗറിയാണ് എന്ത്, SEZ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളുടെ കോർപ്പറേറ്റ് ടാക്സ്. അപ്പൊ ഇത് രണ്ടും ഒരു ജനറൽ കാറ്റഗറി പെടുന്നതാണ്. രണ്ടിനും എന്തില്ല, ടാക്സ് ഇല്ല. അപ്പൊ 3 ജനറൽ കാറ്റഗറി നമ്മൾ പഠിച്ചു. ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റി. ഇത് എല്ലാ കമ്പനിക്കും ഉണ്ടാവും. നമ്മളിങ്ങനെ ഒരു കമ്പനിന്റെ ഇന്ന ഇൻകം ഇന്ന എക്സ്പെൻസ് അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ക്യാപിറ്റൽ ഗെയിൻ ആണോ, ലിസ്റ്റഡ് സെക്യൂരിറ്റിയിലാണോ, കോർപ്പറേറ്റ് ടാക്സ് കംപ്ലീറ്റ്ലി എക്സംപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണോ, അതായത് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണോ, അതിന്റെ ഇൻകം സൗദി അറേബ്യയിൽ എക്സംപ്റ്റഡ് ആണ് വിത്ത് കണ്ടീഷൻസ്. അത് പ്രത്യേകം നോക്കണം. എല്ലാ ഇൻകം എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് ചാടി കയറി എടുക്കാൻ പറ്റില്ല.
ചെറിയ ചെറിയ കണ്ടീഷൻസ് പാലിക്കുന്നതാണെങ്കിൽ. അതേപോലെ ഒരു കാറ്റഗറിയാണ് എന്ത്, SEZ സോണിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ, SEZ സോൺ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് കാറ്റഗറി ഉള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാനും ബിസിനസിന്റെ സ്റ്റാർട്ടപ്പിന് ഇതിനൊക്കെ അവിടെ എന്തുണ്ട്, കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. അവിടുത്തെ ടാക്സേഷൻ കുറച്ച് കുറവാണ്. അതായത് ആ ഏരിയ എന്ത് ചെയ്യുക, ബിസിനസ് ബൂം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഏരിയ എന്ത് ചെയ്തിട്ടുള്ളത്, മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഏരിയകളിലാണ് SEZ എന്ന് പറഞ്ഞ ഏരിയ. ഓക്കെ, അപ്പൊ ആ SEZ സൗദിയില് റാസൽ ഖൈർ ജിസാനില, റാസൽ ഖൈർ ജിസാനില, കേരളത്തില് മറ്റേ തൃക്കാക്കര, കാക്കനാട്. കാക്കനാട്. അതിന്റെ പേര് എന്തായിരുന്നു, കാക്കനാടാണോ അറിയാം. അല്ലേ? അതാണ് കിൻഫ്ര തന്നെയാണോ നമുക്കറിയില്ല. കിൻഫ്ര അല്ലാന്ന് തോന്നുന്നു. തൃക്കാക്കരയാണോ? ഓക്കെ. സൗദിയിൽ റാസൽ ഖൈർ, അതന്നെ ഞാൻ പറഞ്ഞത്. റാസൽ ഖൈർ ജിസാന് റാസൽ ഖൈർ. അതന്നെ SEZ ആയിട്ട് സൗദിയിലുള്ളത്. അബ്ദുള്ള സിറ്റി ഇല്ലേ, കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റി കാഫ് ടൗൺ. അതിൽ വിടുന്നതാണോ എനിക്കറിയില്ല. റാബക്കില് ഉണ്ടോ? കിങ് കിങ് അബ്ദുള്ള അബ്ദുള്ള എക്കണോമിക് സിറ്റി ഉണ്ട്. എക്കണോമിക് സിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് അത് SEZ ആണെന്നില്ല കേട്ടോ. എക്കണോമിക് സിറ്റി, കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റി, മാനുഫാക്ചറിംഗ്, ലോജിസ്റ്റിക്സ്, അത് ഓരോ കാറ്റഗറിക്ക് ഓരോ സിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അബ്ദുള്ള, അതെ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ റിയാദില് ഉണ്ട്. എക്കണോമിക് സിറ്റി SEZ ആണോ? KAEC ആണ്. KEC അല്ലേ, കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റി അല്ലേ? അല്ല, മനസ്സിലായി. KAEC, അത് SEZ ആണ്. അത് SEZ ആണ്. ശരി. റാബക്ക് റാബക്ക് SEZ ആണ്. ശരി. KEC SEZ ആണ്. സെക്കൻഡ് പർപ്പസ് ആണ്. അപ്പൊ അതന്നെ മൂപ്പര് പറഞ്ഞ പോലെ ഓരോ SEZും ഓരോ കാറ്റഗറിയാണ്. എനിക്ക് തോന്നുന്നത് കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റിയിൽ കൂടുതലും ലോജിസ്റ്റിക്സ് റിലേറ്റഡ് പരിപാടികളാണെന്ന് തോന്നുന്നു അല്ലെ? അവിടെ അതല്ലേ കൂടുതലുള്ളത്? പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോജിസ്റ്റിക്സിന്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. അങ്ങനത്തെ കാറ്റഗറിയിൽ വിടുന്നതാണ്. ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് അവിടെ SEZ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓരോ കാറ്റഗറിയാണ് കൊടുക്കാറ്. അപ്പൊ കുറച്ച് SEZകളുണ്ട്, ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് അങ്ങ് കാണാൻ പറ്റും. അപ്പൊ ഈ SEZലും ഈ പറഞ്ഞ പോലെയാണ്. അവിടുത്തെ ഇൻകം, മോസ്റ്റ് ഓഫ് ദ ഇൻകങ്ങളും എക്സംപ്റ്റഡ് ആണ്. ഒരു ചെറിയ സൈഡ് ടാക്സബിൾ ആണ്. ആ ടാക്സബിൾ ഇൻകത്തിന് വിളിക്കുന്ന പേരാണ് ക്വാളിഫൈങ് ഇൻകം. ആ ക്വാളിഫൈങ് ഇൻകം ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ അത്ര ഡീപ്പായിട്ടും പോകുന്നില്ല. അപ്പൊ അങ്ങനെ ക്വാളിഫൈങ് ഇൻകം ആണ്. കോമ്പറ്റീറ്റീവ് റേറ്റ് ആയിരിക്കും. കോമ്പറ്റീറ്റീവ് റേറ്റ് എന്ത് ടാക്സ് റേറ്റോ? ടാക്സ് റേറ്റ് 5% ഉള്ളൂ. കോർപ്പറേറ്റ് ടാക്സ് 5% ഉള്ളൂ SEZനകത്ത്. 20% കൊടുക്കണ്ട, 5% കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് വേറെ സൈഡ്. അപ്പൊ 3 ജനറൽ കാറ്റഗറി പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ നോർമൽ കമ്പനികളിൽ വരുന്ന കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. അങ്ങനെ കുറച്ച് സൈഡും കൂടി നമ്മൾ പറയാനുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ബാക്കി വെച്ച ഡിഡക്റ്റബിളിൽ കുറച്ച് സൈഡും കൂടി ബാക്കിയുണ്ട്. അതായത് നമ്മൾ ആകെ മൊത്തം നമ്മൾ ഇതുവരെ പറഞ്ഞതൊന്ന് ക്രോഡീകരിച്ച് നമുക്ക് പറയാനുണ്ട്. പിന്നെ അവിടെയും ഇവിടെയും കുറച്ച് മിസ്സിങ് കാര്യങ്ങളൊന്നും ക്രോഡീകരിക്കാണ്ട്, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നാളത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാ സൈഡും നമ്മൾ ഡിസ്കസ് ചെയ്യും. P&Lനകത്ത് വരുന്ന എല്ലാ എക്സ്പെൻസിനെ കുറിച്ചും ഇൻകത്തെ കുറിച്ചും നമ്മൾ നാളെ കംപ്ലീറ്റ് ആവും. അപ്പോൾ മറ്റന്നാളോടുകൂടി നമുക്ക് എന്ത് ചെയ്യും, ഒരു കോർപ്പറേറ്റ് ടാക്സിന്റെ വർക്കിംഗ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാം, സിമ്പിൾ ആയിട്ടുള്ള. പിന്നെ നമുക്ക് നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടോ, TV തന്നിട്ടുണ്ട്, അതും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലാസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് കോർപ്പറേറ്റ് ടാക്സ് വരിക എന്നുള്ളതൊന്നും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ അതും റിവിഷൻ ഇല്ലേ? റിവിഷൻ മീൻസ് ചർച്ച, അങ്ങനെ ചെയ്യാം. നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പൊ ആ കോർപ്പറേറ്റ് ടാക്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോട് കൂടി നമുക്ക് ഈ പറഞ്ഞത് ഇപ്പൊ കുറെ കാര്യങ്ങൾ അവിടെയും ഇവിടെ ഒക്കെ കുറച്ച് ദിവസം ലീവ് എന്തൊക്കെ ആയതുകൊണ്ട് കുറെ മിക്സ് ആയി കിടക്കാറ്. നമുക്ക് അന്ന് എല്ലാം കൂടി ക്രോഡീകരിച്ചായിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ കണക്ട് ആവും. അപ്പൊ അതോടുകൂടി കോർപ്പറേറ്റ് ടാക്സിന്റെ വർക്കിംഗ്സും പരിപാടിയൊക്കെ ചെയ്യും. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് ഞാൻ പറഞ്ഞില്ലേ, ഡെഡ് ലൈൻ എന്നാ, ഫയലിംഗ് എന്നാ, എന്താ ചെയ്യാം, അങ്ങനത്തെ ഒരു ചെറിയ സൈഡ്, അത് നമുക്കൊരു ഹാഫ് അവറിന്റെ കേസ് ഉണ്ടാവും. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെഷനും കോർപ്പറേറ്റ് ടാക്സ് സെഷനും കഴിയും. അപ്പൊ നമ്മൾ സക്കാത്തിന്റെ സെഷനും കോർപ്പറേറ്റ് ടാക്സിന്റെ സെഷനും കഴിയും. പിന്നെ നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള 2 ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ഒന്ന് ട്രാൻസ്ഫർ പ്രൈസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കോർപ്പറേറ്റ് ടാക്സിന്റെ ഭാഗം തന്നെയാണ്. അതാണ് ഒരു സൈഡ് പറയാനുള്ളത്. അത് നമുക്ക് 2 ദിവസം പറയാനുണ്ടാവും. അതുപോലെ വിത്ത് ഹോൾഡിംഗ് ടാക്സും പറയാനുണ്ട്. അത് നമുക്ക് ഒരു ദിവസത്തെ കേസ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഗോസിന്റെ കാര്യങ്ങളും പറയാനുണ്ട്, ഗോസി ആൻഡ് എൻഡ് ഓഫ് സർവീസ്. ഇത്രയും സൈഡും കൂടിയാണ് നമ്മുടെ സിലബസിൽ പെൻഡിങ് ഉള്ളത്. ഇതിന്റെയൊക്കെ തിയറി പ്ലസ് ഇതിന്റെയൊക്കെ പ്രാക്ടിക്കലും കൂടി നമുക്ക് പറയാനുണ്ട്. കോർപ്പറേറ്റ് ടാക്സ് ഫയലിംഗിന്റെയും സക്കാത്തിന്റെയും ഫയലിംഗിന്റെ പ്രാക്ടീസ് പറയാനുണ്ട്. അത്രയാണ് നമുക്കിനി സൈഡ് മൊത്തം പറയാനുള്ളത്. അപ്പൊ ഇന്ന് 11ാമത്തെ ക്ലാസ് ആയി. നമുക്കൊരു
20 ക്ലാസ് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 22, 23 ആ സമയം ആകുമ്പോഴത്തേനും നമുക്ക് ക്ലാസ് ഫുള്ള് കംപ്ലീറ്റ് ആവും. കാരണം ഇത് കോർപ്പറേറ്റ് ടാക്സ് ആണ് ഏറ്റവും ലോങ് നമ്മുടെ സിലബസിൽ മൊത്തം. നമുക്ക് വാറ്റ് എടുക്കാൻ അത്ര ദിവസം വേണ്ട, അതിനേക്കാളും ലോങ് ആണ് നമുക്ക് കോർപ്പറേറ്റ് ടാക്സിന്റെ സെഷൻ ഡിസ്കസ് ചെയ്യാൻ. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറച്ച് ലോങ് ആയിരിക്കും. അപ്പൊ 20 സെഷനോട് കൂടി നമ്മുടെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആവും. ഓക്കെ, വേറെ എന്തോ ചോദിക്കണ്ടേ? ആരോ എന്തോ അടി ചോദിക്കണ്ടേനു? വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഉണ്ടോ? ഈ കോർപ്പറേറ്റ് ടാക്സ് ഇപ്പൊ ഈ സൗദി മാത്രം UAE എല്ലായിടത്തും സെയിം തന്നെയാണോ വരുന്നത്? അത് അവിടെ റേറ്റ് വ്യത്യാസം വരും? അവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ എടുക്കുന്ന ഇൻകത്തിനും ഇതിനൊക്കെ ചെറിയ ചെറിയ അല്ല, വ്യത്യാസങ്ങളുണ്ട്. റേറ്റ് 20% പറഞ്ഞില്ല, അതിന് എല്ലായിടത്തും സെയിം തന്നെയാണോ? അതെ അതെ ബാക്കി അല്ല, ഇപ്പൊ സൗദിയിൽ 9%, UAE കോർപ്പറേറ്റ് ടാക്സ് 9% ഉള്ളൂ. അല്ലേ? UAE ഓക്കെ കോർപ്പറേറ്റ് ടാക്സ് ഓക്കെ റേറ്റ് അത്രേ ഉള്ളൂ. ഓക്കെ സൗദിയിൽ ഓക്കെ മാത്രമാണ് 20%. ബാക്കിയുള്ള ഖത്തർ അല്ല, അവിടെ എല്ലാം വ്യത്യാസമുണ്ട്. ചില വേറെ സ്ഥലത്ത് റേറ്റ് വ്യത്യാസമുണ്ട്, ചില സ്ഥലത്ത് വ്യത്യാസമുണ്ട്, ചില സ്ഥലത്ത് വേറെ അങ്ങനെയാണ്. കോർപ്പറേറ്റ് ടാക്സ് ആറ്റ് പോലെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഒന്നും ഇല്ല. UAE 9% കോർപ്പറേറ്റ് ടാക്സ് ചാർജ് ചെയ്യുന്നുള്ളൂ. സൗദിയിലാണ് 20%. സൗദിയിൽ കുറച്ച് കൂടുതലാണ് കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? മറന്നുപോയി. സാരില്ല, അടുത്ത ദിവസം അപ്പോ അതോ വേറെ സൗദി പറയ്. പോയാ എന്തോ പറഞ്ഞു പോയി. ഓക്കെ പോയുള്ളേ? ഓക്കെ 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 ആയിക്കോട്ടെ. ഓക്കെ, എന്നാ പോയോ എല്ലാവരും? പറയ്. ഓക്കെ. ഓക്കെ, ശരി ശരി. അങ്ങനെയാണെങ്കിൽ നാളെ ഡിസ്കസ് ചെയ്യാം. ബാക്കി നാളെ പറയാം. UAE വേറെ ക്ലാസ് നടക്കുന്നുണ്ടോ? UAE വേറെ ക്ലാസ് ഉണ്ട്. UAE കോർപ്പറേറ്റ് ടാക്സ് വേറെ തന്നെ അല്ലേ? UAE കോർപ്പറേറ്റ് ടാക്സ് വേറെ നടക്കണ്ടേ? നടക്കുന്നുണ്ടല്ലേ? ഓക്കെ UAE വേറെ, സൗദി വേറെ, മിക്സ് ആക്കാൻ പറ്റില്ല. മിക്സ് ഓക്കെ. ആക്കുന്നതിനൊക്കെ. ഓക്കെ ഓക്കെ, ശരി ശരി. ബൈ ബൈ. താങ്ക് യു. നാളെ കാണാം. അസ്സലാമു അലൈക്കും. ശരി. താങ്ക് യു.